ഹരി ഓം ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. ഹരി ഓം ഹരി ഓം ഹരി ഓം. ഹരി ഓം. കറണ്ട് പോയിരിക്കുകയാണ്. വരുമോ നോക്കാം. തുടങ്ങി വയ്ക്കാം. നല്ല മഴയ്ക്കുള്ള മേഘങ്ങളുണ്ട്. ആവും വന്നു ഭാഗ്യം. നാരായണ. ഹരി ഓം ഹരി ഓം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം
അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഹരി ഓം, ഹരി ഓം, നാരായണ. ശ്രീമദ് ഭഗവത്ഗീത സ്വാധ്യായ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. നമ്മൾ 3-ാം അധ്യായം 33-ാം ശ്ലോകം വരെ, 33-ാം ശ്ലോകം വായിച്ചിട്ടേ ഉള്ളൂ, മുഴുവൻ കണ്ടിട്ടില്ല. അപ്പോൾ 25-ാം ശ്ലോകം മുതൽക്ക് 33 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവദ്ഗീതായാം തൃതീയോധ്യായഃ കർമ്മയോഗഃ. ശ്രീഭഗവാനുവാച സക്താഃ കർമ്മണ്യവിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാൻ തദാസക്തഃ ചികീർഷുർലോകസംഗ്രഹം ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ പ്രകൃതേഃ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ അഹങ്കാരവിമൂഢാത്മാ കർത്താഹമിതി മന്യത്തെ തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാഗുണേഷു വർത്തന്തെ ഇതി മത്വാ ന സജ്ജതേ. പ്രകൃതേർഗുണസമ്മൂഢാഃ സജ്ജന്തെ ഗുണകർമ്മസു താൻ അകൃത്സ്നവിദോ മന്ദാൻ കൃത്സ്നവിന്ന വിചാലയേത്. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർനിർമ്മമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. യേ മേ മദമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ ന സൂയന്തഃ മുച്യന്തെ തേപി കർമ്മഭിഃ. യേ ത്വേതദഭ്യസൂയന്തഃ നാനുതിഷ്ഠന്തി മേ മദം സർവജ്ഞാനവിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാൻ അചേതസഃ. സദൃശം ചേഷ്ടതേ സ്വസ്യാഃ പ്രകൃതേർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. ഇതുവരെയാണ് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നിർത്തിയത്. ഇന്നലെ ഉണ്ടായില്ല, മിനിഞ്ഞാന്ന്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. അപ്പോൾ
ഒരു ജ്ഞാനി ഒരു അജ്ഞാനി കർമ്മത്തിൽ ആസക്തിയോടുകൂടി ചെയ്യുന്നത് കാണുമ്പോൾ അയാൾക്ക് ബുദ്ധിഭ്രമം ഉണ്ടാകുന്ന പോലെ പ്രവർത്തിക്കരുത്. അയാളോട് കൂടെ ചെന്ന് അയാളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നുവോ അതിൽ അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് പാകത വരുമ്പോൾ മാത്രമേ, അദ്ദേഹത്തിന് സംശയമുണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ഇടപെടേണ്ട കാര്യം ഉള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാൻ അർജുനൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? അർജുനനും ഭഗവാനുമായിട്ട് നല്ല കൂട്ടാണ്, എത്രയോ കാലമായി ഒന്നിച്ച് നടക്കണു. പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞതിന് ശേഷം തമ്മിൽ കണ്ടതാണ്. ഭഗവാൻ പാണ്ഡവന്മാരെ ആദ്യമായിട്ട് കാണുന്നത് പാഞ്ചാലി സ്വയംവര വേദിയിലാണ്. അതുവരയ്ക്ക് അവർ ബന്ധുക്കളാണെങ്കിലും കാണാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. രണ്ട് കൂട്ടരുടെയും പ്രാരബ്ധങ്ങൾ അല്ലേ? ഭഗവാനും വൃന്ദാവനത്തിലും അല്ലെങ്കിൽ ഗോകുലത്തിലുമൊക്കെ ബാല്യം കഴിച്ചു കൂട്ടി. അത് കഴിഞ്ഞ് വന്ന് വിദ്യാഭ്യാസാദി കാര്യങ്ങൾ മധുരാപുരിയിൽ, പിന്നെ ദ്വാരകയിലേക്ക്. അപ്പോൾ ആ ദ്വാരകയിൽ നിന്നാണ് ഭഗവാൻ പാഞ്ചാലി സ്വയംവര വേദിയിലേക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് അർജുനനുമായിട്ട് ആദ്യത്തെ സമാഗമം. ബ്രാഹ്മണ വേഷത്തിലായിരുന്നു ഒന്ന് അർജുനൻ പാഞ്ചാലിയെ വേട്ടുകൊണ്ടുപോരുന്നത്. അത് അർജുനനാണെന്ന് ഭഗവാന് നേരത്തെ തന്നെ അറിഞ്ഞു. അങ്ങനെയാണ് ഭഗവാൻ അവരെ ട്രേസ് ചെയ്ത് ഏകചക്ര ഗ്രാമത്തിൽ ഒരു കുലാല ഗൃഹത്തിൽ വസിക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് ചെന്ന് അച്ഛൻ പെങ്ങളെയും മക്കളെയും കാണുന്നത്. അന്ന് മുതൽക്ക് കൃഷ്ണനും അർജുനനുമായിട്ടുള്ള ആ സൗഹൃദം ദൃഢമായി, ഓരോ ദിവസം കഴിയുന്തോറും ദൃഢമായിരുന്നു. അതിനുശേഷം എത്രയോ വർഷങ്ങൾ അവരൊന്നിച്ച് പല കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഇത്രയും കാലം ഭഗവാൻ അർജുന ഇരിക്കെ, നിനക്ക് ഞാൻ ഭഗവത്ഗീത പറഞ്ഞു തരാം. ഭഗവത്ഗീത എന്ന് നമ്മളിട്ട പേരാണ്, എങ്കിലും ഭഗവാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നീട് വന്നവർ ഇട്ട പേരാണ് ഭഗവത്ഗീത എന്ന്. ഭഗവാൻ പറയുകയാണെങ്കിൽ ഞാൻ ഉപനിഷത്തുക്കൾ പറഞ്ഞു തരാം, ശാസ്ത്രങ്ങൾ പറഞ്ഞു തരാം, വേദാന്തം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അർജുനനെ പിടിച്ചിരുത്തി ഈ ഉപദേശിച്ചതെല്ലാം മുമ്പേ ഉപദേശിക്കാമായിരുന്നില്ലേ എന്നാണെങ്കിൽ അന്ന് അർജുനന് ഒരു സംശയമില്ല. അന്ന് അർജുനൻ എന്താ പറയുക, ഭഗവാൻ പറഞ്ഞാൽ കേൾക്കാനും പോകുന്നില്ല. ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നില്ല. നേരം പോക്കായിട്ട് ചിലപ്പോൾ കേട്ടുവെന്ന് വരും, അത് ഒരു വിലയുണ്ടാവില്ല അങ്ങനെ കേട്ടാൽ. അപ്പം അർജുനനായിട്ട് അതിന് ദാഹമുണ്ടാവണം, ആവശ്യമുണ്ടാവണം, ജിജ്ഞാസയുണ്ടാകണം. ആ ജിജ്ഞാസയുണ്ടായിട്ട് കേൾക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ മൂല്യം ഉണ്ടാവുക അല്ലേ? നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടിയാൽ നല്ല മധുരമായിരിക്കും ആ വെള്ളത്തിന്. വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടിയാൽ നല്ല രുചിയായിരിക്കും. വിശപ്പ് തന്നെയാണ് അതിനുള്ള തൊടുകറി. ഒന്നുമില്ലെങ്കിലും വെറും കഞ്ഞി കിട്ടിയാലും മതി, വിശപ്പുണ്ടെങ്കിൽ മതി, നല്ല ടേസ്റ്റായിരിക്കും. വിശപ്പില്ലാത്തവന് പാലട പ്രഥമൻ കൊടുത്താലും രുചിക്കുകയില്ല. ദാഹമില്ലാത്തവന് എന്തു തന്നെ പാനീയം, വിലപ്പിടിച്ച പാനീയങ്ങൾ കൊണ്ട് കൊടുത്താലും, ഏത് പഴച്ചാറ് കൊണ്ട് കൊടുത്താലും അയാൾക്കതിൽ എന്തെങ്കിലും കുറ്റം കാണും, കാരണം അയാൾക്ക് ദാഹമില്ല. അതുപോലെയാണ് ഈ വിദ്യയ്ക്ക് ദാഹം ഉണ്ടാകണം. അറിവിനുള്ള ദാഹമാണ് ജിജ്ഞാസ. ആ ജിജ്ഞാസയുള്ളവരോടാണ് ജ്ഞാനോപദേശം ചെയ്താൽ ഫലിക്കുക. അല്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. പാറപ്പുറത്ത് വിത്തെറിയും പോലെ, കുടം കമഴ്ത്തി വെള്ളമൊഴിക്കും പോലെ. അതുകൊണ്ടാണ് ഇത്രയും കാലം ഭഗവാനും ക്ഷമയോടുകൂടിയിരുന്നു അർജുനനോട്. ഈ ഭഗവാന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിട്ടും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല.
അപ്പോൾ അർജുനനായിട്ട് ഭഗവാന്റെ മുമ്പിൽ സറണ്ടറായി ചോദിക്കുകയാണ് ചെയ്തത്. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം, ഞാൻ അങ്ങയുടെ ശിഷ്യനാകുന്നു, എന്നെ ഉപദേശിച്ചാലും ഞാനത് അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ശരണം പ്രാപിച്ചപ്പോൾ മാത്രമാണ് ഭഗവാൻ അർജുനന് ഉപദേശം കൊടുത്തത്. അപ്പം അതുപോലെ തന്നെയാണ് ഈ ലോകത്തിൽ ആരുടെ കാര്യവും. പ്രാകൃതന്മാരായിരിക്കുന്ന മൂഢന്മാരായിരിക്കുന്ന ആളുകളോട് നമ്മൾ വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല, ഗീത പറഞ്ഞിട്ട് കാര്യമില്ല. അവരോട് അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഉപദേശിക്കുക. അവർക്ക് വേണ്ടത് അവരുടെ തലത്തിൽ ഇപ്പം അവർക്ക് എന്ത് ഉൾക്കൊള്ളാൻ കഴിയുമോ, അവരുടെ ഉള്ളിൽ എത്രമാത്രം അതിനുള്ള ഒരു അക്സെപ്റ്റബിലിറ്റി ഉണ്ടോ, റിസപ്റ്റീവിറ്റി ഉണ്ടോ, ആവശ്യകതയുണ്ടോ, അത്ര മാത്രമേ നമ്മൾ കൊടുക്കാവൂ. അപ്പോൾ വേദാന്തം ഡയറക്റ്റായിട്ട് എല്ലാവർക്കും ഉള്ളതല്ല. അതുകൊണ്ടത് രഹസ്യം എന്ന് പറയപ്പെടുന്നു. അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധികാരിയായിട്ടുള്ള ആളുകൾ വന്ന് ചോദ്യം ചെയ്യുമ്പോഴാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ എല്ലാ ഭാഗത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഗീതയിലും അവസാനം ഭഗവാൻ അർജുനനോട് പറയും. ഉദ്ധവന് ഭഗവാൻ ഉപദേശം കൊടുത്ത് അവസാനം ഉദ്ധവനോടും പറയും, ഉദ്ധവ, ഞാൻ നിനക്ക് ഉപദേശിച്ചതൊന്നും നീ ഇന്നവർക്കൊന്നും ചെന്ന് ഉപദേശിക്കാൻ പോകണ്ട കേട്ടോ. നിന്നോട് ആരെങ്കിലും കാര്യമായിട്ട് വന്ന് വിനയത്തോടെ, ശ്രദ്ധയോടെ, ഭക്തിയോടെ, ജിജ്ഞാസയോടെ വന്ന് ചോദിച്ചാൽ അവർക്ക് കൊടുക്കണം കേട്ടോ, കൊടുക്കാതിരിക്കരുതേ. ഇതാണ് നമ്മുടെ ശാസ്ത്രങ്ങളുടെ ഒരു രീതി. ഓരോന്നിൻ്റെയും മൂല്യം അറിയുന്നവർക്കേ ആ വസ്തു കൊടുത്തിട്ട് കാര്യം ഉള്ളൂ. ഏത് വസ്തുവിനും അതിൻ്റെ മൂല്യം അറിയുന്നവർക്ക് കൊടുക്കുക. മൂല്യം അറിയാത്തവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്ന് പറയാറില്ലേ നമ്മൾ? നമ്മുടെ കേരളം ഭരിക്കുന്ന ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ കയ്യിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഭരണം കിട്ടിയപ്പോൾ അവരെന്ത് കാണിച്ചു? കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ അതിനെ കടിച്ച് വലിച്ച് ഛിന്ന ഭിന്നമാക്കി നശിപ്പിച്ച് കളഞ്ഞു. ഒരു വിവരമില്ലാത്ത കുറേ കുരങ്ങന്മാർ തന്നെയാണ് അവർ. ഒരർഹതയുമില്ലാത്ത ഗൊറില്ലകൾ. രൂപത്തിലും ഭാവത്തിലും പ്രവൃത്തിയിലും അറിവിലും എല്ലാം കൊണ്ടും അങ്ങനെയുള്ളവരുടെ കയ്യിലാണ് നമ്മൾ ഭരണം കൊടുത്ത് അവരത് കടിച്ച് വലിച്ച് തുപ്പിക്കളഞ്ഞു. അപ്പോൾ ഇനിയും ആ അബദ്ധം ആരും ചെയ്യരുത്. ഈ കുരങ്ങന്മാർക്ക് പൂമാല കൊടുക്കരുത്. അതുപോലെയാണ് ഇവിടെ പറഞ്ഞ ഈ അധ്യാത്മവിദ്യയും അർഹതയുള്ളവരോടെ ഉപദേശിക്കാവൂ, യോഗ്യരായിട്ടുള്ളവരോടെ ഉപദേശിക്കാവൂ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ കൂടെ നിന്ന് അവരെ പതുക്കെ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം കറക്ഷൻസ് കൊടുക്കുക. അപ്പം അവരെന്ത് ചെയ്യുന്നോ, അതിലെന്ത് തെറ്റുണ്ടോ, അതുകൊണ്ട് എന്ത് പെട്ടെന്നുണ്ടാകുന്ന ദൂഷ്യമുണ്ടോ ആ ദൂഷ്യത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് കോൺക്രീറ്റായിട്ട് ആ ദൂഷ്യം മനസ്സിലാവണം. എന്താണതിൻ്റെ ദൂഷ്യം എന്ന് പെട്ടെന്ന് മനസ്സിലാവണം. വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇമ്മീഡിയറ്റായിട്ട് എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്, എന്ത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അപ്പം ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. വലിയ വലിയ കാര്യങ്ങളൊന്നും ഉപദേശിച്ചിട്ട് ഫലിക്കില്ല, കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള അജ്ഞാനികളെ കൃഷ്ണവിത്തായിരിക്കുന്ന ഒരാൾ ന വിചാലയേത്, അവരെ വല്ലാതെ പിടിച്ച് കുലുക്കണ്ട, ഇളക്കണ്ട. അവരവരുടെ തലത്തിലിരിക്കട്ടെ. അവർക്ക് അവിടം വിട്ടിട്ട് മറ്റുയരങ്ങളിലേക്ക് കയറാനുള്ള പാകത ആയിട്ടില്ല. എന്നാൽ അർജുനനോ, ഇപ്പതാ ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചു, അർജുന, നീ ഇപ്പോൾ ജിജ്ഞാസുവായി, സംശയാലുവായി ചോദ്യം ചോദിച്ചു. നിന്റെ എല്ലാ ഭാവങ്ങളും വെച്ച് ഞാൻ നിന്നെ വിലയിരുത്തുന്നു. ഇപ്പം നീ ഇതുവരെ ചെയ്ത കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റാനുള്ള അർഹതയിലേക്കായി.
നീ കർമ്മത്തെ കർമ്മയോഗമാക്കാനുള്ള അധികാരിയായി. അതുകൊണ്ട് നീ ചെയ്യാൻ പോകുന്ന എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ചുകൊണ്ട്, ഈശ്വരനായ പരമേശ്വരനായ സർവാത്മാവായ എന്നിൽ അർപ്പിച്ചുകൊണ്ട്, അധ്യാത്മചേതസ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട്, കർമ്മയോഗഭാവേന ആശകളും മമതയും വെടിഞ്ഞ് നീ ജ്വരമെല്ലാം വെടിഞ്ഞ് വിഗതജ്വരനായി യുദ്ധ്യസ്വ. നീ വന്ന കാര്യം ചെയ്യൂ. നീ യുദ്ധത്തിനായിക്കൊണ്ടാണ് വന്നത്. ആ യുദ്ധം ചെയ്തോളൂ. ആ യുദ്ധം ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ല. അതിൻ്റെ പുണ്യപാപങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട. അത് എന്നിൽ സമർപ്പിച്ചോളൂ. ഈശ്വരനായ എന്നിൽ സമർപ്പിച്ചോളൂ. പുണ്യപാപങ്ങൾ നിന്നിലല്ല, അത് നിനക്ക് ബാധിക്കില്ല എന്ന് നീ കരുതിക്കോളൂ. നിന്നെ അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഈശ്വരനായ എനിക്കാണ് അതിൻ്റെ ബാധ്യത. ഞാൻ ഏറ്റെടുത്തോളാം. നീ അതെന്നിൽ സമർപ്പിച്ചോളൂ. മൈ സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധ്യസ്വ വിഗതജ്വര. ഇങ്ങനെയുള്ള എൻ്റെ ഈ അഭിപ്രായത്തെ ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാഹ, ഏത് മനുഷ്യരാണോ അനുഷ്ഠിക്കുന്നത് നിത്യവും, ശ്രദ്ധാവന്തോ അനസൂയന്തഃ മുച്യന്തേ തേപി കർമ്മഭിഹി, ശ്രദ്ധാവാന്മാരും മത്സരബുദ്ധി ഇല്ലാത്തവരുമായിട്ടുള്ള അവർ കർമ്മങ്ങളിൽ നിന്ന് മുക്തരായിത്തീരുന്നു. അപ്പം എൻ്റെ ഈ ഉപദേശത്തെ അതിൻ്റെ ഗൗരവത്തോടുകൂടി എടുത്ത് അവനവൻ്റെ കർത്തവ്യ കർമ്മങ്ങളെ ഈശ്വരാരാധനയായി കർമ്മയോഗമാക്കി യജ്ഞകർമ്മമാക്കി മാറ്റുമ്പോൾ അവർക്ക് അന്ധക്കരണ ശുദ്ധി വന്ന് അവർ കർമ്മവാസനകളിൽ നിന്ന് മുക്തരായിത്തീരുന്നു. പിന്നീട് ജ്ഞാനപ്രാപ്തിക്ക് അധികാരിയായി തീരുകയും ചെയ്യുന്നു. എന്നാൽ ആരാണോ ഈ ഞാൻ പറഞ്ഞതിനെ വിലവയ്ക്കാതെ നിന്ദിച്ചുകൊണ്ട് ഏതത് അഭ്യസൂയന്തഃ നാനുതിഷ്ഠന്തി മേ മതം, എൻ്റെ ഈ അഭിപ്രായത്തെ അനുഷ്ഠിക്കാതിരിക്കുന്നത് സർവജ്ഞാനവിമൂഢാൻ താൻ വിദ്ധി നഷ്ടാൻ അചേതസഃ, ഒരു ജ്ഞാനവുമില്ലാത്ത മൂഢന്മാരായിട്ടുള്ള അവരെ നശിച്ചു എന്ന് തന്നെ കരുതിക്കോളൂ. അവർ ചേതസ്സില്ലാത്തവരാണ്, വിവേകബുദ്ധി ഇല്ലാത്തവരാണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. അവർ നശിക്കുകയാണ്. നഷ്ടാൻ വിദ്ധി, നശിച്ചവരായി കരുതിക്കോളൂ എന്ന് പറഞ്ഞു. ഇനി ആരാണെങ്കിലും അവരുടെ പ്രകൃതി വളരെ ബലവത്താണ്, അത് ജ്ഞാനിയാണെങ്കിൽ പോലും അവരുടെ പൂർവ കർമ്മങ്ങളുടെ വാസനാബലം, അതാണ് അവിടെ പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതി വളരെ ബലമുള്ളതാണ്. അത് ജ്ഞാനികളെ പോലും അവരുടെ വാസനയ്ക്കനുസരിച്ച് വലിച്ചഴയ്ക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നിഗ്രഹം ചെയ്യാൻ പാടുള്ളതല്ല. വല്ലാതെ ബലം പിടിച്ച് നമ്മുടെ പ്രകൃതിയെ മനസ്സിലാക്കാതെ അതിനോട് വല്ലാതെ യുദ്ധം ചെയ്താൽ നമ്മൾക്ക് ചിലപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, പരാജയപ്പെടും. അതുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അതാണ് അടുത്ത വരുന്ന ശ്ലോകങ്ങൾ. അപ്പോൾ ഈ ശ്ലോകങ്ങളിൽ ആ പ്രകൃതിയെ ബലമായി നിഗ്രഹിക്കേണ്ട എന്നാണ് പറയുന്നത്. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേഹ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. അപ്പോൾ ഓരോരുത്തരും സ്വസ്യാഹ പ്രകൃതേഹ സദൃശം ചേഷ്ടതേ, സ്വസ്യാഹ പ്രകൃതേഹ അവനവൻ്റെ പ്രകൃതിയുടെ സദൃശമായിട്ടാണ് ഓരോരുത്തരും ചേഷ്ടിക്കുന്നത്. ആര്? ജ്ഞാനവാനപി, ജ്ഞാനികൾ പോലും, നല്ല പാണ്ഡിത്യമുള്ളവർ പോലും, ഈ വിഷയങ്ങളിലൊക്കെ നല്ല അറിവുള്ളവരാണെങ്കിലും അവരും സ്വസ്യാഹ പ്രകൃതേഹ സദൃശം ചേഷ്ടതേ, അവരവരുടെ പ്രകൃതിക്ക് സദൃശമായിട്ടാണ് ചേഷ്ടിക്കുന്നത്. ഇപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ പൂർവ ജന്മാന്തര ഈ ജന്മത്തിലും ആർജിച്ചതായിട്ടുള്ള
ശീലങ്ങൾ തന്നെ, വാസനകൾ തന്നെ, പുണ്യപാപ വാസനകൾ തന്നെയാണ് ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത്. നല്ല കർമ്മങ്ങൾ ചെയ്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ആ ഒരു വാസന അയാൾക്ക് പ്രബലമായിരിക്കും. മോശമായ പ്രവൃത്തികൾ ചെയ്താണ് ശീലിച്ചതെങ്കിൽ അയാളുടെ വാസന അയാളെ ആ കർമ്മങ്ങളിലേക്ക് വലിച്ചഴിച്ചുകൊണ്ടിരിക്കും. കള്ളത്തരങ്ങളും മദ്യമാംസാദികളും മദ്യപാനാദികളും മാംസഭോജനാദികളും അതുപോലെയുള്ള മറ്റുള്ളവരെ ഹിംസിക്കുന്ന പ്രവൃത്തികളാണെങ്കിലും മറ്റുള്ളവരുടെ മുതൽ അപഹരിച്ചെടുക്കുന്നതാണെങ്കിലും അങ്ങനെ ഏതൊക്കെ രീതിയിൽ പാപകർമ്മങ്ങൾ ചെയ്ത് ശീലിച്ചിട്ടുണ്ടോ അവൻ്റെ പ്രകൃതി അവനെ യാന്ത്രികമായി വലിച്ചഴച്ചുകൊണ്ടേയിരിക്കും. അവൻ വേണ്ടാന്ന് വിചാരിച്ചാലും നടക്കില്ല, അതവനെ വലിച്ചഴയ്ക്കും. അതുപോലെ സത്കർമ്മം ചെയ്തിട്ടുള്ള ഒരാൾക്ക് അയാളുടെ സത്കർമ്മം ചെയ്യുന്ന ശീലം പെട്ടെന്നൊന്നും വെടിയാൻ സാധിക്കില്ല. ആ ശീലം അയാളെ വലിച്ച് ആ കർമ്മങ്ങളിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. വേണ്ടാന്ന് വെച്ചാലും അതിലേക്ക് വലിച്ചഴയ്ക്കും. അപ്പോൾ സ്വസ്യാഹ പ്രകൃതേഹേ സദൃശം ചേഷ്ടതേ ജ്ഞാനവാൻ അപി. ഒരു ജ്ഞാനി പോലും തൻ്റെ പ്രകൃതിയുടെ അനുരൂപമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രകൃതിം യാന്തി ഭൂതാനി, ഭൂതാനി പ്രകൃതിം യാന്തി. ഓരോ ജീവികളും അവരവരുടെ പ്രകൃതിയെ പ്രാപിക്കുന്നു. അവരവരുടെ പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിച്ച് അതിന് അനുസരിച്ച അനുഭവങ്ങളെ പ്രാപിക്കുന്നു. കിം നിഗ്രഹ കരിഷ്യതി. അപ്പോൾ ഇവിടെ നിഗ്രഹം കൊണ്ട് എന്ത് കാര്യം? നിഗ്രഹ കിം കരിഷ്യതി, നിഗ്രഹം എന്ത് ചെയ്യാനാണ്? നിഗ്രഹം ചെയ്യാൻ ശ്രമിച്ചാലും തൽക്കാലം ബലം പിടിച്ചാലും അത് പിന്നീട് കെട്ടുപൊട്ടിച്ച് പുറത്ത് ചാടും. നമുക്ക് ഏത് ഡാമുകളിലും വെള്ളമില്ലാത്തപ്പോൾ ഡാം അതിന് തടഞ്ഞു നിർത്താം. വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തി കുറഞ്ഞിരിക്കുമ്പോൾ ഡാമിന് തടഞ്ഞു നിൽക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ ഒഴുക്ക് നല്ല പ്രഷറോടുകൂടി വന്നാലോ, വലിയ വെള്ളപ്പൊക്കം, വലിയ മഴ ഒന്നിച്ചങ്ങോട്ട് വന്നാൽ അതിപ്പോൾ ഏത് മുല്ലപ്പെരിയാർ ഡാമാണെങ്കിലും പൊട്ടിത്തകരും അല്ലേ? അത് പൊട്ടാതിരിക്കാനാണ് നമ്മുടെ ആൾക്കാർ തുറന്നു വിട്ടത്. 2 കൊല്ലം മനുഷ്യനിർമ്മിതമായ പ്രളയമുണ്ടായി കേരളത്തിൽ. അതിൻ്റെ യഥാർത്ഥ സമയത്ത് അതിനെ തുറന്നു വിടാതെ ഒരുപാട് വൈകിപ്പിച്ച് അവസാനം പെരുമഴയും ഡാം തുറന്ന വെള്ളവും എല്ലാം കൂടി നാട്ടിലേക്ക് കുത്തിയൊലിച്ച് വന്നപ്പോൾ നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രളയമാണ്. അത് വേണ്ട രീതിയിലുള്ള മാനേജ്മെൻറ്റ് ഇല്ലാതെ എന്ന് ഇപ്പോൾ പല IIT-കളിൽ നിന്നുള്ള അവരുടെ റിസർച്ച് കഴിഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഡാമുകളുടെയൊക്കെ ആഴം തൂർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലാകാലങ്ങളായിട്ട് അതിൽ വന്നുകൂടുന്ന ചെളിയും മണ്ണും ഓരോ സീസൺ മഴക്കാലം കഴിയുമ്പോഴും അതിലേക്ക് പല ഭാഗത്തുനിന്നും വെള്ളം ഒലിച്ചു വരുമ്പോൾ അങ്ങനെയുള്ള അതിൽ വെള്ളം നിറയുന്നത്. അപ്പോൾ പല ഭാഗത്തുനിന്നും വെള്ളം ഒലിച്ചു വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പലതരത്തിലുള്ളതായിട്ടുള്ള മണ്ണും അഴുക്കും ചെളിയൊക്കെ വന്ന് കൂടുന്നുണ്ട്. അത് കാലാകാലങ്ങളിൽ ആ ചെളി നീക്കി ആഴം കൂട്ടണം, അത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റണം. എല്ലാ ഡാമുകളും അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡാമിൻ്റെ കപ്പാസിറ്റി കൂടും, എത്രയോ ഇരട്ടി കൂടും. അതിവിടെ ഒന്നും ചെയ്യലില്ല. അപ്പോൾ ആഴം കുറഞ്ഞു വരും, വെള്ളം ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി കുറയും, പ്രഷർ കൂടും. മഴ ഒന്നിച്ച് പെയ്യുമ്പോൾ അത് തുറന്ന് വിട്ടില്ലെങ്കിലോ ഡാമിനെ തകർത്തുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒന്നിച്ചൊഴുകും. അപ്പോൾ അതാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത്. വിവരം കെട്ട ആളുകൾ അത് മുഴുവൻ സ്റ്റോർ ചെയ്ത് വെച്ചാൽ വൈദ്യുതി ഉണ്ടാക്കാമെന്ന് കരുതി ആ വൈദ്യുതി മന്ത്രി എന്ന 4ാം ക്ലാസ്സുകാരൻ നിർദ്ദേശം കൊടുത്തതാണ് കേരളത്തിൽ 500ഓളം ആളുകളുടെ മരണത്തിനും കോടിക്കണക്കിന് 10,000-കണക്കിന് കോടികളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കാരണമായത്. വെറും 4ാം ക്ലാസ്സുകാരൻ്റെ നിർദ്ദേശം. ഒരു പ്രാകൃതൻ്റെ,
ഒരു തെമ്മാടിയുടെ, ഒന്നിനും കൊള്ളാത്തൊരു ഗുണ്ടയെപ്പോലെ പെരുമാറുന്ന അയാളുടെ വാക്കാണ് ഈ ഉദ്യോഗസ്ഥന്മാർ കേട്ടത്. അവരൊന്നും അവരുടെ ബുദ്ധിയൊന്നും ഉപയോഗിച്ചില്ല. ഇനി അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഉപദേശിച്ചാലും ഇയാളുടെ വായിലിരിക്കുന്ന തെറി കേൾക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ വായിൽ വന്നാൽ തെറി മാത്രമേ പറയാറുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഭരണകർത്താക്കളൊക്കെ ആവുമ്പോൾ ജനങ്ങൾക്ക് അനുഭവിച്ചേ മതിയാവും. അവരെ തിരഞ്ഞെടുത്ത ജനങ്ങൾ അനുഭവിക്കട്ടെ കുറേയൊക്കെ. ഇനിയും അനുഭവിക്കാനുണ്ടെങ്കിൽ അനുഭവിക്കട്ടെ. അപ്പോൾ ഇത് മാൻമെയ്ഡ് പ്രളയമാണ് കേരളത്തിൽ 2 വർഷവും ഉണ്ടായത്. എന്തുകൊണ്ട്? ആ പ്രഷറ്, ഡാമിൻ്റെ പ്രഷറ് കൂടിയാൽ അത് തകർന്നു പോകും എന്ന് കരുതി തുറന്നു വിട്ടതാണ്. പക്ഷെ അത് ഏത് സമയത്ത് തുറന്നു വിടണം എന്നവർ മറന്നു. വരാനിരിക്കുന്ന മഴയെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിട്ടും അത് കേൾക്കാതെ സ്റ്റോറി തന്നെ വെച്ചു. അപ്പോൾ മഴ വന്നപ്പോഴോ എല്ലാം കൂടി ഒന്നിച്ചു വന്നു. നാട്ടിലും പെരുമഴ, തോരാമഴ, അതിൻ്റെ വെള്ളം പോകാൻ വഴിയില്ലാതിരിക്കുമ്പോഴാണ് മലവെള്ളവും കൂടി വരുന്നത്, ഡാമിലെ വെള്ളവും കൂടി ഒന്നിച്ച് വരണത്. ഇത് എവിടേക്ക് പോവും? എല്ലായിടും അടഞ്ഞു കിടക്കണം. അതും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. തുറന്നു വിടേണ്ട സ്ഥലങ്ങളൊന്നും തുറന്നു വിട്ടിട്ടില്ല. ആലപ്പുഴയിൽ നിന്ന് കായലിലൂടെ കടലിലേക്ക് പോകേണ്ടതായിട്ടുള്ള ആ ചീർപ്പുകളൊന്നും തുറന്നില്ല. അത് തുറന്നാൽ കിട്ടാതെയായി. കാരണം അത് മെയിൻ്റനൻസ് ഇല്ല. വർഷങ്ങളായിട്ട് അത് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. തുറന്നു വിടേണ്ടതായിട്ടുള്ള ആ ഷട്ടറുകൾ, കടലിലെ വെള്ളം ഉള്ളിലോട്ട് വരും. വേലിയേറ്റക്കാലത്ത് അത് തടയാൻ വേണ്ടിയിട്ടാണ് ബാക്ക് വാട്ടേഴ്സിൽ ഈ ഷട്ടറുകൾ വെച്ചിട്ടുള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ചെയ്യാതെ ആ ഷട്ടർ തുറക്കാൻ കിട്ടിയില്ല. അപ്പോൾ വെള്ളം മുഴുവൻ അടിഞ്ഞ് മുകളിലേക്ക് കയറി, ഒഴുകാൻ പറ്റിയില്ല. അത് തന്നെയാണ് കേരളത്തിലുണ്ടായ പ്രളയം, മനുഷ്യനിർമ്മിത പ്രളയം. മൂടന്മാർ ഭരിച്ചാൽ ഇങ്ങനെ ഇരിക്കും, കുരങ്ങന്മാരുടെ കയ്യിൽ പൂമാല കിട്ടിയാൽ ഇങ്ങനെ ഇരിക്കും. മനസ്സിലാക്കുക. പക്ഷേ ഇതൊക്കെ മൂടി വെപ്പിക്കാനുള്ള സാമർഥ്യം അവർക്കുണ്ട്. കക്കാനും നിൽക്കാനും അറിയാമെന്ന് പറഞ്ഞ പോലെ മാധ്യമങ്ങളെ കയ്യിലെടുത്ത് എല്ലാം മാറ്റിമറിക്കാനുള്ള സാമർഥ്യം, അവരോട് സിമ്പതി ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിവുണ്ട്. പറഞ്ഞു വന്നത്, നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് കൊടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. നിഗ്രഹ കിം കരിഷ്യതി, എന്തിന് നിഗ്രഹം ചെയ്യണം? നിഗ്രഹം ചെയ്താൽ, സപ്രസ് ചെയ്താൽ അത് അവസാനം സ്ഫോടനത്തിൽ എത്തും. ഏത് കാര്യവും നമ്മൾ ഉള്ളിൽ അമുക്കി വെച്ചാൽ ആ അമുങ്ങിയത് ഡൈനമൈറ്റ് പോലെ പൊട്ടി അങ്ങോട്ട് പുറത്തേക്ക് വരും. ലാവ ഒഴുകുന്നത് പോലെ ഒഴുകും, അഗ്നിപർവ്വതം പോലെ. അപ്പോൾ എന്ത് ചെയ്യണം? ഉള്ളിൽ പ്രഷർ വരാതിരിക്കാനായിക്കൊണ്ട് നമ്മൾ നോക്കണം. ഏതൊക്കെ വാസനകളാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പരമാവധി പുതിയ വാസനകൾ വന്ന് അത് കൂടാതിരിക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷേ ഉള്ളതിനെ പുറത്തേക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ ഒഴുക്ക് തിരിച്ചു വിടണം. അത് എക്സോസ്റ്റഡ് ആവണം. ഉള്ളിലുള്ള അതിൻ്റെ വിഷം പോകണം, അതിൻ്റെ പ്രഷർ പോകണം. ആ പ്രഷർ പോകാൻ വേണ്ടി നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് ആ വിഷയവാസനകളെ നമുക്ക് ലഘൂകരിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ബലം പിടിച്ചുകൊണ്ട് എല്ലാ ഷട്ടറുകളും ബലം പിടിച്ചടച്ചു വെച്ചാൽ ഉള്ളിലുള്ള പ്രഷർ കൊണ്ട് അത് പൊട്ടി തകരും. അപ്പോൾ ആ പ്രഷർ കൊടുക്കാൻ പാടില്ല, സ്ട്രെസ് കൊടുക്കാൻ പാടില്ല. അത് തിരിച്ച് വകതിരിവ് ഉണ്ടാവണം. അതിനാണ് ഗൃഹസ്ഥാശ്രമത്തിലെല്ലാം അനുവദിച്ചിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾക്കും അനുവാദം കൊടുത്തിട്ടുണ്ട്. അനുവാദം എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് നിങ്ങൾക്ക് എക്സംഷൻസ്, സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ബ്രഹ്മചാരിയുടെയോ സന്യാസിയുടെയോ നിയമങ്ങളല്ല ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഉള്ളത്. ബ്രഹ്മചാരിക്കും സന്യാസിക്കും കുറേ കൂടി
സ്ട്രിക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഗൃഹസ്ഥാശ്രമിക്ക് കുറച്ച് ലൂസാണ് അതൊക്കെ. അത്ര അങ്ങോട്ട് സപ്രസ് ചെയ്ത് ബലം പിടിക്കേണ്ട കാര്യമില്ല. ബ്രഹ്മചാരിയും സന്യാസിയും മാത്രമേ അതിൽ കുറച്ചുകൂടെ അയാൾക്ക് സ്ട്രിക്ട്നെസ് കൊടുക്കും. കാരണം അവരായിട്ട് തിരഞ്ഞെടുത്ത വഴികളാണ്, അവരുടെ വാസനയ്ക്കനുസരിച്ച് അവർ തിരഞ്ഞെടുത്ത വഴികളാണ്. അപ്പോൾ ബ്രഹ്മചാരിയും സന്യാസിയും കുറച്ച് വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, അനുഭവങ്ങൾ കുറയ്ക്കുക, ആ വിഷയലംബടത്വം കുറയ്ക്കുക, വിഷയങ്ങളെ താലോലിക്കുന്നത്, വിഷയചിന്തകളെ താലോലിക്കുന്നത് ഒക്കെ കുറച്ച് അതിൽ നിന്ന് എന്താ പറയുക, പുതിയ പ്രഷർ ഉണ്ടാവാതെ നോക്കണം. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും തോറും പ്രഷർ ഉണ്ടാവുന്നു മുമ്പ് കണ്ടു. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പോൾ അതിനെക്കുറിച്ച് അറിവുള്ളവർ ആ ഒരു പാകതയോടുകൂടി അവരവരുടെ ചിന്തകളെ നിയന്ത്രിക്കുക, വിഷയഭോഗങ്ങളെ നിയന്ത്രിക്കുക. ഇതൊക്കെ സന്യാസിമാർക്കും ബ്രഹ്മചാരിമാർക്കും സാധിക്കും. അവർക്ക് വേണ്ടിയാണ് ഇത് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഗൃഹസ്ഥാശ്രമികൾക്ക് കുറച്ച് ലൂസൻ ചെയ്തിട്ടുണ്ട്, എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത്രയും സ്ട്രിക്റ്റ് ആവണ്ട, നിങ്ങൾക്ക് പാകതയായിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ അനുഭവിച്ചോളൂ. അനുഭവിച്ചുകൊണ്ട് ആ വിഷയവാസനയെ കുറയ്ക്കാൻ ശ്രമിക്കുക. അനുഭവിച്ചുകൊണ്ട് വിഷയവാസനയെ കുറയ്ക്കാൻ ശ്രമിക്കുക. ബോധപൂർവം അനുഭവിക്കുക. എന്നിട്ട് വിവേകപൂർവം അതിനെക്കുറിച്ച് വിചാരം ചെയ്ത് ഈ വിഷയങ്ങളിലൊന്നും സുഖമില്ല എന്നുള്ള ബോധം ഉള്ളിലേക്ക് ദൃഢമായി ഉറപ്പിക്കാൻ ശ്രമിക്കുക. എങ്കിലും പൂർവ്വവാസനകൾ പിന്നെയും പിന്നെയും അതേ വിഷയത്തിലേക്ക് തന്നെ വലിച്ചഴയ്ക്കും. പക്ഷെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. ഒറ്റയടിക്ക് കുറയില്ല, പതുക്കെ വാസന കുറഞ്ഞു കുറഞ്ഞ് വരും. ഒരു താല്പര്യവും ഇല്ലാതെയാവും, ഒട്ടും താല്പര്യമില്ലാതെയാവും. അപ്പോൾ ബലം പിടിക്കേണ്ട എന്നാണ് ഭഗവാനും പറയുന്നത്. നിഗ്രഹ കിം കരിഷ്യതി. നമുക്ക് ഭാഷ്യത്തിലൂടെ നോക്കാം. സദൃശം അനുരൂപം ചേഷ്ടതേ കസ്യാഹ സ്വസ്യാഹ സ്വകീയായാഹ പ്രകൃതേഃ. പ്രകൃതി നാമ പൂർവകൃതധർമാധർമാദി സംസ്കാരോ വർത്തമാനജന്മാദൗ അഭിവ്യക്തഃ സാ പ്രകൃതി. തസ്യാഹ സദൃശം ഏവ സർവോ ജന്തുഃ ജ്ഞാനവാനപി കിം പുനഃ മൂർഖഃ. തസ്മാത് പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹഃ കിം കരിഷ്യതി മമ വാ അന്യസ്യ വാ. ഇപ്പം എന്താ പറയണേ? സദൃശം, സദൃശം അനുരൂപം, അനുരൂപമായിട്ട് ചേഷ്ടതേ ചേഷ്ടിക്കുന്നു. കസ്യാഹ ആരുടെ അനുരൂപമായിട്ട്? സ്വസ്യാഹ സ്വകീയായാഹ പ്രകൃതേഃ. സ്വസ്യാഹ എന്ന് പറഞ്ഞതിന് സ്വകീയായാഹ, സ്വകീയം അവനവൻ്റേതായിട്ടുള്ള പ്രകൃതേഃ. എന്താ ഈ പ്രകൃതി? പ്രകൃതി നാമ, പ്രകൃതി എന്നാൽ പൂർവകൃത ധർമാധർമാദി സംസ്കാരോ വർത്തമാന ജന്മാദൗ അഭിവ്യക്തഃ സാ പ്രകൃതി. എന്താണ് പ്രകൃതി? പ്രകൃതി എന്ന് പറഞ്ഞാൽ പൂർവകൃത ധർമാധർമാദി സംസ്കാരോ. പൂർവകൃതം, പൂർവജന്മത്തിലാവാം, ഈ ജന്മത്തിലുമാവാം, മുമ്പ് ചെയ്ത ധർമ്മ അധർമാദി സംസ്കാരം. ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മങ്ങൾ, അധർമ്മം എന്ന് പറഞ്ഞാൽ പാപകർമ്മങ്ങൾ. അപ്പോൾ പുണ്യപാപ കർമ്മങ്ങൾ ഉള്ള അതിൽ ആ സംസ്കാരം, നല്ലതും ചീത്തയുമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത ഒരു കൾച്ചർ, ഒരു സംസ്കാരം നമ്മളിൽ ഉണ്ടാകുന്നു, ഉരുത്തിരിഞ്ഞു വരുന്നു. അത് വർത്തമാന ജന്മാദൗ അഭിവ്യക്ത, നമ്മുടെ ഇപ്പോഴത്തെ വർത്തമാന ജന്മത്തിൻ്റെ ആദിയിൽ, നമ്മുടെ ജന്മനാ തന്നെ വാസനയായി നൈസർഗികമായി നമ്മുടെ കൂടെ ഉണ്ടാവുന്നു. നമ്മൾ ഓരോരുത്തരും ജന്മനാ വ്യത്യസ്തരായിരുന്നു. ജനിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ യുണീക്കായിരുന്നു, വ്യത്യസ്തരായിരുന്നു. അല്ലാതെ അതിനുശേഷം
വ്യത്യസ്തരായതല്ല. ജന്മനാ തന്നെ ഓരോരുത്തരും ഇരട്ടക്കുട്ടികളും ജന്മനാ തന്നെ വ്യത്യസ്തരായിരുന്നു. രൂപത്തിൽ മാത്രമേ സാമ്യം ഉള്ളൂ. ചിലപ്പോൾ സ്വഭാവത്തിലും മറ്റു പലതിലും സാമ്യം ഉണ്ടായിരിക്കാം, പക്ഷേ 100% സാമ്യം ഇല്ല. അപ്പോൾ വർത്തമാന ജന്മാദൗ അഭിവ്യക്ത മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു. നമ്മൾ ജനിച്ചു വരുമ്പോൾ നമ്മുടെ പൂർവ്വജന്മ സംസ്കാരം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അതാണ് ഓരോ കുട്ടികളും ചെറുപ്രായത്തിൽ തന്നെ ഓരോ രീതിയിൽ പെരുമാറുന്നത്. എല്ലാവരും ഒരുപോലെയല്ല അല്ലേ? ചില കുട്ടികൾ ചെറുകുട്ടികൾ സംഗീതത്തിൽ വാസന പ്രകടിപ്പിക്കുന്നു. 1 വയസ്സ് 2 വയസ്സ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ കുട്ടികൾ പാടാനൊക്കെ തുടങ്ങുന്നു. ഏത് പാട്ട് കേട്ടാലും അത് ഏതാ രാഗമെന്ന് ചോദിക്കുമ്പോൾ മൂളാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ കുട്ടികൾ പറയുന്നു. നമുക്ക് എത്ര കാലം പഠിച്ചാലും മനസ്സിലാവില്ല. 2 3 വയസ്സായ കുട്ടികൾ ഇങ്ങനെ 100ഓളം രാഗങ്ങളുടെ പേരെടുത്ത് പറയുന്നു. അതിൽ അല്പാൽപ വ്യത്യാസമേ ഉള്ളൂ ഒരു രാഗത്തിൽ നിന്ന് മറ്റൊരു രാഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും. അതിൻ്റെ ആ കൃത്യമായിട്ട് ആ നോട്ട്സ് അവർ ഓർമ്മിച്ചുകൊണ്ട് അത് ഇന്ന രാഗമാണ്, അത് ഇന്ന രാഗമാണ്, അത് ഇന്ന രാഗമാണെന്ന് 3 വയസ്സായ കുട്ടി പറയുന്നു. അതുപോലെ പല വിഷയങ്ങളിലും കുട്ടികൾ അവരുടേതായിട്ടുള്ള അഭിരുചി കാണിക്കുന്നു. ഓരോ കുട്ടികൾ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നു. ചില കുട്ടികൾ അത് കേട്ടാൽ കരയുന്നു. രണ്ടും കാണാം അല്ലേ? 1 വയസ്സായ കുട്ടി ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കേൾക്കുമ്പോൾ ആ കുട്ടിയുടെ മുഖം വികസിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ കാണാം നമുക്ക്. നമ്മൾ വാട്സപ്പിലൊക്കെ ഇഷ്ടംപോലെ വന്നിരുന്നു. അത് നിർത്തിയാലോ അപ്പോൾ മുഖം വാടുന്നു, ടെൻഷനാവുന്നു, കരച്ചിൽ തുടങ്ങുന്നു. നാമജപം നിർത്തുമ്പോഴേക്കും സ്വിച്ച് ഇട്ട പോലെ കുട്ടി കരയാൻ തുടങ്ങുന്നു. അപ്പോൾ ആ നാമത്തിനോടുള്ള കുട്ടിയുടെ ജന്മാന്തര ബന്ധമുണ്ട്. പൂർവ്വജന്മത്തിൽ ആ കുട്ടി ജപിച്ചിട്ടുണ്ട് തോന്നുന്നു, അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ട്. അതുപോലെ ഇന്നലെ വാട്സപ്പിലെവിടെയോ കണ്ടു, ഒരു കുട്ടി ഭജന കേൾക്കുമ്പോൾ കണ്ണടച്ച് ശരീരത്തിൻ്റെ ഒരു താതാത്മ്യത്തോടുകൂടി നൃത്തം വയ്ക്കുന്നത്. ഒരു വല്ലാത്തൊരു മൂഡായിരുന്നു ആ കുട്ടി. നമ്മുടെ ചൈതന്യ മഹാപ്രഭുവൊക്കെ സ്വയം മറന്ന് നൃത്തം വയ്ക്കും പോലെ. ചെറിയ കുട്ടി 3 വയസ്സോ 4 വയസ്സോ ഉണ്ടാവും. എല്ലാം മറന്ന് കണ്ണടച്ച് എന്തോ ഒരു ഭാവാവേശത്തിൽ അങ്ങനെ മുഴുകിയിട്ട് അത് ആ ഭജനയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നു. അപ്പോൾ അത് ഓരോ കുട്ടികളുടെ ജന്മാന്തര സംസ്കാരമാണ് അവർ കൊണ്ടുവരുന്നത്. ഇവിടുന്ന് മാത്രമല്ല, വരുമ്പോൾ ഉള്ള സംസ്കാരം പ്രബലമാണ്. നമ്മൾ ഓരോരുത്തരിലും വരുമ്പോൾ കൊണ്ടുവന്ന സംസ്കാരം അതാണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള സ്വഭാവം. പ്രഹ്ലാദൻ്റെ കഥയിലൊക്കെ പറയുന്നില്ലേ, പ്രഹ്ലാദൻ എങ്ങനെയാണ് പ്രഹ്ലാദനായത്? അദ്ദേഹം ഗർഭത്തിൽ നിന്ന് കിട്ടി, നാരദ മഹർഷിയിൽ നിന്ന്, അല്ലാതെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയതല്ല. ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയതൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല, നല്ലത് മാത്രം സ്വീകരിച്ചു. അപ്പോൾ ആ ജന്മാന്തര വാസനകൾ, സംസ്കാരം വർത്തമാന ജന്മാദിയിൽ അഭിവ്യക്ത, അതിനെയാണ് ഒരാളുടെ പ്രകൃതി എന്ന് പറയുന്നത്. അത് സാത്വികമാവാം, രാജസമാവാം, താമസമാവാം. ഈ പ്രകൃതി സാത്വികം, രാജസം, താമസം ഇങ്ങനെ വ്യത്യസ്തമാവാം. അപ്പോൾ അവരവരുടെ പ്രകൃതിക്ക് അനുസരിച്ചാണ്. തസ്യാഹ സദൃശം ഏവ, ആ പ്രകൃതിയുടെ സദൃശമായിട്ടാണ്, സമാനമായിട്ടാണ് സർവോ ജന്തുഹു, എല്ലാ ജന്തുക്കളും, ഇൻക്ലൂഡിങ് ജ്ഞാനവാൻ, അതാണ് ജ്ഞാനവാൻ അപി, ജ്ഞാനികളടക്കമുള്ള എല്ലാ ജന്തുക്കളും. അപ്പോൾ ജ്ഞാനികളടക്കം എന്ന് പറഞ്ഞാൽ പിന്നെ കിം പുനഃ മൂർഖഃ, അപ്പോൾ പിന്നെ മൂർഖൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? മൂർഖൻ എന്നാൽ വിഡ്ഢി എന്നാണ് കേട്ടോ അർത്ഥം. മൂർഖൻ പാമ്പല്ല. അവിടെ സംസ്കൃത ഭാഷയിൽ മൂർഖ ശബ്ദത്തിന് വിഡ്ഢി എന്നർത്ഥം. മൂർഖൻ പാമ്പ് എന്നർത്ഥമില്ല. സംസ്കൃത ഭാഷയിൽ മൂർഖ ശബ്ദത്തിന് മൂർഖൻ പാമ്പുമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ. മനുഷ്യനെ വിഡ്ഢി എന്ന് പറയാൻ ഉപയോഗിക്കുന്ന സംസ്കൃത പദമാണ് മൂർഖ.
അപ്പോൾ കിം പുനഃ മൂർഖ, ഒരു വിഡ്ഢിയുടെ കാര്യം പറയേണ്ടതുണ്ടോ? വിവരമില്ലാത്ത ഒരാളുടെ കാര്യം, മൂഢൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? ജ്ഞാനികൾ പോലും അവരുടെ പ്രകൃതിക്ക് വശംവദരാണ്. ഇവിടെ ജ്ഞാനവാൻ അപി എന്ന് പറയുന്നത് നല്ല ജ്ഞാനത്തിന് നല്ല പക്വതയുള്ളവരും പ്രകൃതി വളരെ വീക്കായിട്ടുള്ളവരുമാണെങ്കിൽ അവർക്ക് പ്രകൃതിയെ നിയന്ത്രിക്കാൻ പറ്റും. പ്രകൃതിക്ക് അയാളെ വല്ലാതെ സ്വാധീനിക്കാൻ കഴിവില്ല. സാത്വിക പ്രകൃതിയാണ്. ആ സാത്വിക പ്രകൃതി നല്ല ധർമ്മങ്ങൾ മാത്രമേ ഇതുവരെ അയാൾ ചെയ്ത് ശീലിച്ചിട്ടുള്ളൂ, സത്കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് വേണമെങ്കിൽ അയാൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിർത്താനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള സാത്വികന്മാരായിട്ടുള്ള ആളുകൾക്ക് നല്ല നിയന്ത്രണം ഉണ്ടാകും. രാജസ താമസ പ്രകൃതിയുള്ളവർ എത്ര പാണ്ഡിത്യമുണ്ടെങ്കിലും അവർക്ക് പാണ്ഡിത്യം ഉണ്ടാവും, പക്ഷെ അവരുടെ ശീലങ്ങൾ, പഴയ ശീലങ്ങൾ രാജസ താമസങ്ങളാണെങ്കിൽ അത് പ്രബലമായിരിക്കും. അവർക്ക് ഈ പാണ്ഡിത്യം പോരാ, പാണ്ഡിത്യം കൊണ്ട് മാത്രം പിടിച്ചു നിർത്താൻ പറ്റില്ല അവരുടെ ഈ ഉള്ളിലുള്ള പ്രകൃതിയുടെ ഫോഴ്സിനെ. അതാണ് നമ്മൾ പല പാണ്ഡിത്യമുള്ള ആൾക്കാർ, നല്ല ഭഗവത്ഗീത പ്രഭാഷകന്മാരൊക്കെയാണ്, കേമന്മാരായിട്ട് പേരൊക്കെ എടുത്തു. പക്ഷേ അവരുടെ ഉള്ളിലുള്ള പ്രകൃതി അവരെ പിന്നീട് വലിച്ചഴച്ച് വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നത് കാണാം. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ കാണാം അവരുടെ ഉള്ളിലുള്ള പ്രകൃതി അവരുടെ പാണ്ഡിത്യം കൊണ്ടൊന്നും കാര്യമില്ല. മറ്റുള്ളവർക്ക് ഉപദേശിക്കാനൊക്കെ കൊള്ളാം, നല്ല രസകരമായി സംസാരിക്കാനൊക്കെ അറിയാം, പക്ഷേ അവരുടെ പ്രകൃതിയെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ, ലോകപ്രശസ്തന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെ വഴിതിരിഞ്ഞു പോയവർ ഉണ്ട്. ഇപ്പോഴും ഗുജറാത്തിലും മറ്റൊക്കെ ജയിലിൽ കിടക്കുന്ന, രാജസ്ഥാനിലോ ഗുജറാത്തിലോ ഒക്കെ ഉണ്ട് വലിയ പണ്ഡിതന്മാർ, സെയിൻറ്റുകൾ, സന്തുകൾ, മഹാത്മാക്കൾ എന്നൊക്കെ പേരെടുത്തിട്ടുള്ള ആൾക്കാർ. അവർ പോലും അല്ലേ, ലോകപ്രശസ്തനായ ഒരു പ്രഭാഷണത്തിന് 50,000 ആൾക്കാരിൽ ചുരുങ്ങാതെ വരുന്ന ആളാണ് വടക്കേന്ത്യയിൽ ആസാറാം ബാപ്പുജി എന്ന് പറഞ്ഞിട്ടൊരു മഹാത്മാവ്. ആശാറാം ബാപ്പുജി എന്ന് പറഞ്ഞാൽ 50,000 ആൾക്കാർ മിനിമം, ലക്ഷങ്ങളുണ്ടാവും. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് അന്വേഷിക്കും, എന്തൊക്കെയോ കുറ്റങ്ങൾ. അപ്പോൾ അതുപോലെ കേരളത്തിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാണ്ഡിത്യമോ വേഷം കെട്ടലോ ഒന്നും പോരാ, ആന്തരികമായിട്ടുള്ള സംസ്കാരത്തിൽ മാറ്റം ഉണ്ടാവണം. ആന്തരികമായിട്ടുള്ള സംസ്കാരത്തിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. അതിന് സാത്വിക സംസ്കാരം നല്ല പോലെ പ്രബലമാവണം. രാജസ താമസ സംസ്കാരങ്ങൾ അത് ദുർബലമാവണം. അതിന് യാതൊരു ഇൻഫ്ലുവൻസും നമ്മളിൽ ചെലുത്താൻ പറ്റാതെ ഉള്ള അവസ്ഥയിലേക്ക് അതിനെ നമ്മൾ തഴയണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ തപസ്സുകൾ, വ്രതങ്ങൾ, നാമജപാദികൾ, തീർത്ഥാടനാദികൾ, പലതരത്തിലുള്ളതായിട്ടുള്ള ഒബ്സർവേഷൻസ്, പല ഉപാസനകൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള രാജസ താമസ പ്രകൃതികളെ ക്ഷയിപ്പിച്ച് സാത്വിക പ്രകൃതിയെ വളർത്താൻ വേണ്ടിയിട്ടാണ് ബോധപൂർവം നമ്മൾ അനുഷ്ഠിക്കുന്നതാണ് ഈ പറഞ്ഞ ഉപാസനാ വ്രതങ്ങൾ. ഇതെല്ലാം ശാസ്ത്രം പറയുന്നത് പോലെ ജീവിക്കുക. അതൊക്കെ അപ്പം നമ്മുടെ പ്രകൃതി അതിനെ പൂർണ്ണ സ്വതന്ത്രമായിട്ട് വിട്ടാൽ അത് തെരുവ് നായയെ പോലെ അലഞ്ഞു തിരിയും. അപ്പോൾ പ്രകൃതിയെ നിയന്ത്രിക്കണ്ട എന്ന് ഭഗവാൻ പറയുന്നില്ല. വല്ലാതെ സപ്രസ് ചെയ്യരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രകൃതിയെ നിയന്ത്രിക്കണം. നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നെ പിടികിട്ടാതെ അത് പോകും. തെരുവ് നായ്ക്കളേക്കാൾ മോശമാവും.
അപ്പോൾ നിയന്ത്രിക്കേണ്ട എന്നല്ല, അളവിന് പതുക്കെ പതുക്കെ നിയന്ത്രിക്കുക. ഒറ്റയടിക്ക് ബലം പിടിച്ച് നിയന്ത്രിച്ചാൽ അത് വലിയ സപ്രഷനാണ്. ആ സപ്രഷൻ പിന്നീട് എക്സ്പ്ലോഷനിലേക്ക് എത്തും. അപ്പോൾ വിവേകം കൊണ്ട് സബ്ലിമേറ്റ് ചെയ്യുക, കുറച്ച് 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 കൊണ്ടുവരിക, അല്പാൽപ്പം ലൂസ് ചെയ്ത് പതുക്കെ പതുക്കെ പിടി അയക്കുക. വിട്ടുപിടിക്കുക എന്ന് പറയില്ലേ, ബോധപൂർവം ചെയ്യേണ്ടതാണ്. ആധ്യാത്മികമായിട്ടുള്ള ഈ സാധനകളൊക്കെ നമ്മൾ വളരെ ബോധപൂർവം, വിവേകപൂർവം, ജാഗ്രതയോടുകൂടെ അനുഷ്ഠിക്കേണ്ടതാണ്. ശനൈ ശനൈഹി, പതുക്കെ പതുക്കെ എന്ന് ശാസ്ത്രം പറയും. ഹേസ്റ്റ് ആൻഡ് സ്ലോലി എന്ന് ചിന്മയാനന്ദ സ്വാമിയെ പോലെയുള്ള ആചാര്യന്മാരൊക്കെ പറയും. ഹേസ്റ്റ് ആൻഡ് സ്ലോലി. നിങ്ങളുടെ യാത്ര വളരെ ധൃതി പിടിക്കേണ്ട, പക്വതയോടുകൂടി യാത്ര ചെയ്യുക. വളരെ പെട്ടെന്ന് യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ ഏതെങ്കിലും കുഴിയിൽ ചാടുകയോ വഴിതെറ്റിപ്പോവുകയോ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ പിണയുകയോ ഒക്കെ ആവാം. അതുകൊണ്ട് ജാഗ്രതയോടുകൂടെ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു യാത്ര, അതാണ് ആധ്യാത്മിക യാത്ര. അപ്പോൾ വണ്ടിക്ക് തകരാറുണ്ട് എന്ന് അറിഞ്ഞാൽ നമ്മൾ സ്പീഡ് കുറയ്ക്കില്ലേ? നല്ല കണ്ടീഷനുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് ഇത്തിരി സ്പീഡിലൊക്കെ പോകാം. വണ്ടിക്ക് തകരാറുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് കുറച്ച് പതുക്കെ പോവുക. അപ്പോൾ ഇവിടെ സർവോ ജന്തു ജ്ഞാനവാനപി കിം പുനഃ മൂർഖ. മൂർഖൻ്റെ കാര്യം പിന്നെ പറയണോ? മൂർഖൻ പ്രകൃതിക്കനുസരിച്ചേ പ്രവർത്തിക്കൂ. മൂർഖൻ്റെ പ്രകൃതി ബലമായിരിക്കും, വളരെ ദൃഢമായിരിക്കും അയാളുടെ പ്രകൃതി. ജ്ഞാനിയുടെ പ്രകൃതിക്ക് കുറച്ചൊരു ശക്തി കുറവുണ്ടാവും. എങ്കിലും അശ്രദ്ധ വന്നാൽ, അജാഗ്രത വന്നാൽ, പ്രമാദം വന്നാൽ അയാളും വീണുപോകും. പ്രമാദോ വൈ മൃത്യുഹു, അജാഗ്രതയാണ് മരണം. ആധ്യാത്മിക പന്ഥാവിൽ അജാഗ്രതയുണ്ടായാൽ അയാളുടെ ഇത്രയും കാലത്തെ തപസ്സൊക്കെ വൃഥാവിലായി പോകാൻ എളുപ്പമാണ് എന്നർത്ഥം. തസ്മാത് പ്രകൃതിം യാന്തി ഭൂതാനി. അതുകൊണ്ട് ഭൂതങ്ങൾ, എല്ലാ ജീവജാലങ്ങളും പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു, പ്രകൃതിയെ അനുവർത്തിക്കുന്നു. നിഗ്രഹ കിം കരിഷ്യതി മമവാ അന്യസ്യവാ. അപ്പോൾ നിഗ്രഹം കൊണ്ട് എന്ത് ചെയ്യാനാണ്? എനിക്കാകട്ടെ വേറൊരാൾക്കാവട്ടെ. അപ്പോൾ നിഗ്രഹം നമ്മൾ വല്ലാതെ ബലം പിടിച്ച് ചെയ്യേണ്ടതില്ല, വളരെ പക്വമായിട്ട് ചെയ്യുക. ആവശ്യത്തിന് നിഗ്രഹം വേണം താനും, ഇല്ലെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. മനുഷ്യന് മനുഷ്യത്വം എന്ന് പറയുന്നത് ഈ അവനവൻ്റെ പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള ശേഷി കൂടിയാണ്. നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംസ്കരിച്ചു കൊണ്ടുവരണം. പഴയ പ്രകൃതിയെ, പ്രാകൃത പ്രകൃതിയെ, മൂഢപ്രകൃതിയെ, ജന്തുപ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം? ക്രമത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടുവരണം. വിദ്യാഭ്യാസവും നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ പ്രകൃതിയുടെ ഗതി മാറ്റാൻ വേണ്ടിയിട്ടാണ്. പ്രകൃതിയുടെ സ്വഭാവം, അതിൻ്റെ തമോ ഗുണവും രജോ ഗുണവും മാറ്റി സത്വഗുണം വളർത്തി നമ്മുടെ നിയന്ത്രണത്തിലാക്കുക. സത്വഗുണമാകുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലാവും. രജോ ഗുണവും തമോ ഗുണവും അപ്പപ്പോൾ നമ്മുടെ കൈവിട്ട് പോകും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നിഗ്രഹം കൊണ്ട് വലിയ പ്രയോജനം പെട്ടെന്നുണ്ടാവില്ല. അതുകൊണ്ട് ജാഗ്രതയോടുകൂടെ നിഗ്രഹം ചെയ്യുക. നിഗ്രഹം വേണ്ട എന്ന് പൂർണ്ണമായും പറഞ്ഞിട്ടില്ല. പ്രകൃതിക്കനുസരിച്ച് ജീവിച്ചോളൂ എന്നിവിടെ അനുവാദം തന്നിട്ടില്ല. പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ശാസ്ത്രങ്ങൾ അനുവാദം തന്നിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. എന്തിന്? അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള പാത്ത് തിരഞ്ഞെടുക്കാൻ വേണ്ടി. അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എന്താണോ നിനക്ക് സാധിക്കുക ആ ജീവിത പദ്ധതി നീ തിരഞ്ഞെടുത്തോ. നിനക്ക് ബ്രാഹ്മണ ജീവിതം സാധിക്കുമോ
ആ ജീവിതം തിരഞ്ഞെടുത്തോളൂ. ക്ഷത്രിയ ജീവിതമാണോ നിനക്ക് പറ്റുക, അത് തിരഞ്ഞെടുത്തോളൂ. വൈശ്യ ജീവിതമാണോ നിനക്ക് സാധിക്കുക, അത് തിരഞ്ഞെടുത്തോളൂ. അല്ല ശൂദ്ര ജീവിതമാണോ നിനക്ക് സാധിക്കുള്ളൂ, നീ അത് തിരഞ്ഞെടുത്തോളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് അതിലും നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളെ അനുസരിക്കൂ. ഇപ്പം നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനാണ് ഇഷ്ടം വെച്ചാൽ ഫുട്ബോൾ കളിച്ചോളൂ. ക്രിക്കറ്റ് കളിക്കാനാണ് ഇഷ്ടം വെച്ചാൽ ക്രിക്കറ്റ് കളിച്ചോളൂ. കബഡി കളിക്കാനാണെങ്കിൽ അത് കളിച്ചോളൂ. ടെന്നീസ് ആണെങ്കിൽ അത് കളിച്ചോളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിലും എന്തുണ്ട്? നിയമങ്ങളുണ്ട്. ഓരോ കളിക്കും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഫുട്ബോൾ കളിയുടെ നിയമങ്ങളല്ല ക്രിക്കറ്റ് കളിയുടെ നിയമങ്ങളല്ല കബഡിയിലത്തെ അല്ല, ടെന്നീസിൽ അതിലല്ല, ഹോക്കിയിൽ, ബാഡ്മിൻ്റണിൽ, ഓരോന്നിലും ഓരോ നിയമങ്ങളാണ് വ്യത്യസ്തങ്ങളായ. അത് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള കളി നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. എന്നിട്ട് അതിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്, അല്ലേ? അങ്ങനെ പറയാറില്ലേ? അതുപോലെ വർണ്ണാശ്രമധർമ്മം, വർണ്ണം എന്ന് പറഞ്ഞാൽ വൃണുധാതുവിൽ നിന്നാണ് വർണ്ണം. വൃണീതേ, തിരഞ്ഞെടുക്കുന്നു എന്നാണ്, വരിക്കുന്നു എന്നാണ്. ഞാൻ എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച ജീവിതമാർഗം ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ് എൻ്റെ വർണ്ണം. ഐ ഓപ്റ്റ് മൈ കരിയർ, ഐ ചൂസ് മൈ ലൈഫ് സ്റ്റൈൽ. ഈ ചൂസിങ് അല്ലെങ്കിൽ ഓപ്റ്റിംഗ്, അതാണ് വർണ്ണ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൃണീതേ, വൃണുധാതു, വരിക്കുക. വൃണീതേ, ടു ചൂസ് എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ജീവിതമാർഗം തിരഞ്ഞെടുക്കുന്നു. പക്ഷെ അതിലുള്ള നിയമങ്ങൾ പാലിക്കാൻ നീ ബാധ്യസ്ഥനാണ്. അതിലുള്ള നിയമങ്ങൾ പാലിക്കാൻ നീ ബാധ്യസ്ഥനാണ്. ഏത് മാർഗം നീ തിരഞ്ഞെടുത്തുവോ, ഏത് ഉപജീവന മാർഗം നീ തിരഞ്ഞെടുത്തുവോ, അവിടെയുള്ള നിയമങ്ങളെ അനുഷ്ഠിക്കൂ. നീ ബ്രാഹ്മണ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ബ്രാഹ്മണധർമ്മം ഇന്നതൊക്കെയാണ്. ക്ഷത്രിയ ജീവിതമാണ് നീ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിന്റെ വാസന അതാണെങ്കിൽ നീ അതിനുള്ള നിയമങ്ങൾ പാലിക്കുക. നീ വൈശ്യധർമ്മമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ നിയമങ്ങളെ പാലിക്കുക. അതിനുള്ള ധർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രങ്ങളിൽ. നീ ശൂദ്രത്വം ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് അവിടെയും നിയമങ്ങളുണ്ട്. എക്സംഷൻസ് കൂടിക്കൂടി വരും. എവിടേക്ക് പോകുമ്പോൾ? താഴേക്ക് പോകുമ്പോൾ. ബ്രാഹ്മണധർമ്മം വളരെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരിക്കും. ക്ഷത്രിയധർമ്മം കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടാവും. വൈശ്യനാവുമ്പോഴേക്കും കുറച്ചുകൂടി എക്സംഷൻസ് ഉണ്ടാവും. ശൂദ്രനാവുമ്പോഴേക്കും ഒന്നുകൂടെ എക്സംഷൻസ് ഉണ്ടാവും. അവർക്ക് താങ്ങാൻ പറ്റില്ല. നമ്മൾ കൊച്ചുകുട്ടികളെയും വലിയവർക്കും ഒരേ നിയമങ്ങളല്ലല്ലോ കൊടുക്കുക. വലിയവർക്കൊരു നിയമം, കൊച്ചുകുട്ടികൾക്ക് വേറൊരു നിയമം. കൊച്ചുകുട്ടികൾക്ക് കുറച്ച് നേരം പഠിക്കാൻ പറയും, ബാക്കി കളിച്ചോളാൻ പറയും. അവർക്ക് എപ്പോഴും ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം പഠിക്കുക, അത് കഴിഞ്ഞാൽ കളിക്കാം. വലിയവർക്കാണെങ്കിലോ, കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലോ, അവർക്ക് നിറയെ പഠിക്കാനുണ്ട്. അവർക്ക് പഠിത്തത്തിനാണ് പ്രാധാന്യം, കളിയൊക്കെ കുറച്ച്, അല്ലേ? അപ്പം അതുപോലെയാണ് ബ്രാഹ്മണരോട് ശാസ്ത്രങ്ങൾ കുറെ കൂടി സ്ട്രിക്റ്റായിട്ട് നിയമങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറയുന്നു. ക്ഷത്രിയർക്ക് കുറച്ച് എക്സംഷൻസ് കൊടുത്തിരിക്കുന്നു. വൈശ്യർക്ക് അതിലും കൂടുതൽ എക്സംഷൻസ് കൊടുത്തിരിക്കുന്നു. ശൂദ്രർക്ക് കുറെ കൂടുതൽ എക്സംഷൻസ് കൊടുത്തിരിക്കുന്നു. കാരണം അവർക്ക് താങ്ങാനുള്ള കപ്പാസിറ്റി കുറയും. അപ്പോൾ നമ്മൾ വലിയ ലോഡൊക്കെ അവർക്ക് കൊടുത്താൽ അവരെന്ത് ചെയ്യും? എല്ലാം വിട്ടേച്ച് പോകും. നിങ്ങളും നിങ്ങളുടെ ധർമ്മവും. നമുക്ക് ഒരാളെ ഒരുപാട് ശ്വാസം മുട്ടിക്കാൻ പാടില്ല. അപ്പോൾ അവരെല്ലാം വിട്ടേച്ച് പോകും. അതുകൊണ്ടാണ് എക്സംഷൻസ് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും എക്സംഷൻസ് കൊടുക്കാനുള്ള കാരണം സൈക്കോളജിക്കലാണ്. അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ്. അവർക്ക് ഓവർലോഡ് കൊടുത്താൽ അവരെല്ലാം വലിച്ചെറിഞ്ഞു പോകും. ഈ സനാതനധർമ്മം ഞങ്ങളെ കൊണ്ടാവില്ല, ഞങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ വല്ല മാപ്പിളയായിട്ട് പോകും. ചണ്ടാളന്മാരായോ? ഇപ്പോഴത്തെ ചണ്ടാളന്മാരെന്ന് പറഞ്ഞാൽ മറ്റ് ധർമ്മങ്ങളിലേക്ക് പോവുക എന്നർത്ഥം. അപ്പം എല്ലാവരെയും
ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് കുറെ കൂടി വൈഡ് ട്രാക്ക് കൊടുത്തിരിക്കണം. ശൂദ്രന്മാർക്ക് ട്രാക്ക് വൈഡാണ്. വൈശ്യന്മാരാകുമ്പോഴേക്കും കുറച്ച് അതിൻ്റെ വിട്ത് കുറച്ചു. ക്ഷത്രിയന്മാരാകുമ്പോഴേക്കും കുറെ കൂടി സ്ട്രിക്റ്റ് ആക്കി അതിൻ്റെ വിട്ത് വല്ലാതെ കുറച്ചു. ബ്രാഹ്മണരാകുമ്പോഴേക്കും ചെറിയൊരു നാരോ ലൈനേ ഉള്ളൂ അവർക്ക് കടന്നു പോകാൻ. അവരെ വളരെ ഞെരുക്കുന്നുണ്ട്. കാരണം അവർക്കത് താങ്ങാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ ഒരു അപ്ലിക്കേഷൻ. വളരെ സൈക്കോളജിക്കലാണത്. ഓരോരുത്തർക്കും താങ്ങാവുന്ന പ്രഷർ മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നതിൽ, മദ്യം കഴിക്കുന്നതിൽ ഒക്കെ ഫ്രീഡം കൊടുത്തിരിക്കുന്നത്. താഴെയുള്ളവർക്ക് ഫ്രീഡം കൊടുത്തിരിക്കുന്നത്. അവർക്ക് അതില്ലാതാവില്ല. അത് കഴിക്കണ്ട എന്ന് പറഞ്ഞാലോ, ഞങ്ങൾ കഴിക്കും, നിങ്ങൾ നിങ്ങളുടെ സനാതന ധർമ്മവും എവിടെയെങ്കിലും കൊണ്ടിടിൻ എന്ന് പറയും, കൊണ്ടുപോയി കാട്ടിൽ കളയിൻ എന്ന് പറയും. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും സനാതനധർമ്മത്തിലേക്ക് കെട്ടണം നമുക്ക്. അവർ സനാതനധർമ്മം വിട്ടുപോകാൻ പാടില്ല. തൽക്കാലം അവർ തമോ ഗുണത്തിലാണെങ്കിലും ഭാവിയിൽ അവർ മാറി വരുമ്പോൾ അവർക്ക് ഇവിടെ തന്നെ അഭയമുണ്ടാവണം. അവർ വിടുത്തുകാർ തന്നെയാവണം. അവരെ നമുക്ക് പടിയടച്ച് പിണ്ടം വയ്ക്കാനൊന്നും പറ്റില്ല. അവർക്കൊരു നമ്മൾ ബന്ധുക്കളാണെന്ന് തോന്നണം. നമ്മുടെ വീടാണെന്ന് തോന്നണം. ആ തോന്നൽ അവർക്ക് എപ്പോഴും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് അവർക്ക് ലളിതങ്ങളായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഈശ്വരാരാധനയൊക്കെ ആ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. വർഷത്തിലൊരിക്കൽ പോലും ആരാധിച്ചാൽ മതി. അവർക്ക് എന്തായാലും ഒരു ഉത്സവത്തിനെങ്കിലും അവർ പങ്കുചേരട്ടെ. എപ്പോഴും അവർക്ക് ഈശ്വര ഭജനം ചെയ്തുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. അവരുടെ വയറ്റുപഴപ്പ് നോക്കി അവർക്ക് പല അധ്വാനങ്ങളും ഉണ്ടാവും. അതിൻ്റെ ദുഃഖങ്ങളുടെ ഇടയിൽ അവർക്ക് ഇത്തിരി കള്ളൊക്കെ കുടിക്കേണ്ടി വരും. ആ ദുഃഖം മാറ്റാൻ അവർക്ക് അങ്ങനെയുള്ള ജീവിത രീതിയാണ്. അതുകൊണ്ട് അവർക്ക് ഉത്സവങ്ങളിലൊക്കെ പങ്കെടുത്താൽ മതി. എപ്പോഴും വന്ന് ക്ഷേത്രങ്ങളിൽ വന്ന് ദർശനം ചെയ്യലും നാമം ജപിച്ചുകൊണ്ടിരിക്കലൊന്നും അവരെ കൊണ്ടാവില്ല. വലിയ വ്രതങ്ങളൊക്കെ കൊടുത്താൽ അവർ താങ്ങില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഒരു വൈഡായിരിക്കുന്ന വിഷൻ. ചിന്തിക്കുക. അപ്പോൾ നിഗ്രഹ കിം കരിഷ്യതി എന്നുള്ളത് ഓരോരുത്തരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള നിഗ്രഹം ചെയ്യുക. അവനവൻ്റെ ഇതിനനുസരിച്ച് കൺട്രോൾ ചെയ്യുക. ബലമായിട്ടുള്ള കൺട്രോൾ അത് സ്ഫോടനത്തിൽ എത്തിക്കും. അപ്പോൾ അവനവൻ തന്നെ അവനവൻ്റെ ജീവിത രീതി തിരഞ്ഞെടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളും സ്വീകരിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ കളികളുടെ ഉദാഹരണം ഓർക്കുക. ഫുട്ബോൾ കളി കളിക്കാൻ തിരഞ്ഞെടുത്താൽ ആ നിയമങ്ങൾ പാലിക്കാൻ സ്വയം തയ്യാറായേ പറ്റൂ. ഇല്ലെങ്കിൽ ആ കളിയിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ ഓരോ കളികൾക്കുമുള്ള നിയമങ്ങൾ പോലെ അതാത് വർണ്ണാശ്രമങ്ങൾക്ക് നിയമം. വർണ്ണധർമ്മം, ആശ്രമധർമ്മം. ഇതവനെ ഒരു ചട്ടക്കൂട്ടിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചട്ടക്കൂടുകൾ ചിലർക്ക് ചെറുതും ചിലർക്ക് വലുതും. ചിലർക്ക് ചെറുത് മതിയാവും, ശ്വാസം മുട്ട് അനുഭവപ്പെടില്ല. ചിലർക്ക് ചെറുതിലിട്ട് അടച്ചാൽ അവർ ശ്വാസം മുട്ടി ചത്തുപോകും. അപ്പോൾ അവർക്ക് വലിയ ഫ്രെയിം വർക്ക് വേണം. അപ്പോൾ അവർക്ക് വെകിളി പിടിച്ച് ഓടി നടക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ വലിയ കൂട്ടിലടുത്ത് ഇടുക. മൃഗങ്ങളെയൊക്കെ കൂട്ടിലിടുമ്പോൾ മിണ്ടാതെ ഒരു ഭാഗത്ത് കിടക്കുന്ന മൃഗമാണെങ്കിൽ ചെറിയ കൂട് മതി. ഓടി നടക്കുന്ന മൃഗമാണെങ്കിലോ അതിന് വലിയ കൂടിട്ട് കൊടുക്കണം. അതുപോലെയാണ് മനുഷ്യനും അവൻ്റെ ധർമ്മങ്ങളും. ഇത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നിഗ്രഹ കിം കരിഷ്യതി എന്നുള്ളതിനെ നമ്മൾ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഭഗവാൻ പറഞ്ഞതിൻ്റെ സാരം, ബലമായിട്ട് നമ്മൾ ഒരാളെ ഒരു കാര്യത്തിൽ നിർബന്ധിച്ച് ചെയ്യിക്കാൻ പാടുള്ളതല്ല. അയാളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അയാൾ ചെയ്യട്ടെ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. യദി സർവോ ജന്തുഃ ആത്മനഃ പ്രകൃതി സദൃശം ഏവ ചേഷ്ടത്തെ ന ച പ്രകൃതിശൂന്യഃ കശ്ചിദസ്തി തതഃ
പുരുഷകാരസ്യ വിഷയ അനുപപത്തേഃ ശാസ്ത്ര അനർത്ഥക്യ പ്രാപ്തൗ ഇദം ഉച്യത്തെ. അടുത്ത ശ്ലോകത്തിലേക്കുള്ള ഒരു ആമുഖം ആണ്. യദി സർവോ ജന്തുഃ ആത്മനഃ പ്രകൃതി സദൃശം ഏവ ചേഷ്ടതേ. സർവോ ജന്തുഃ എന്ന് പറഞ്ഞാൽ എല്ലാ ജന്തുക്കളും, എല്ലാ മനുഷ്യരും അടക്കം, ആത്മനഃ അവരവരുടെ സ്വസ്യ, പ്രകൃതി സദൃശം ഏവ പ്രകൃതിക്കനുസരിച്ച് തന്നെയാണ് ചേഷ്ടതേ യതി ചേഷ്ടിക്കുന്നതെങ്കിൽ, എന്നുവെച്ച പ്രകൃതിശൂന്യ കശ്ചിദസ്തി. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ പ്രകൃതി ഇല്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. അപ്പോൾ ലോകത്തിൽ പ്രകൃതി ഇല്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രകൃതി അഥവാ സംസ്കാരം ഉണ്ട്. പൂർവജന്മാർജിത സംസ്കാരവും കൊണ്ടാണ് ഓരോരുത്തരും വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും പ്രകൃതിക്ക് അധീനരാണ്. എല്ലാവർക്കും അവരവരുടെ പ്രകൃതി ഉണ്ട്. അപ്പോൾ തതഃ അപ്പോൾ തസ്മാത് നർത്ഥം. അപ്പോൾ ദെർഫോർ പുരുഷകാരസ്യ വിഷയ അനുപപത്തേഃ ശാസ്ത്ര അനർത്ഥക്യ പ്രാപ്തൗ ഇദം ഉച്യത്തെ. പുരുഷകാരസ്യ, പുരുഷകാരം എന്ന് പറഞ്ഞാൽ പൗരുഷം കൊണ്ടുള്ള പ്രയത്നം. അപ്പോൾ എല്ലാം പ്രകൃതിക്കനുസരിച്ചാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാ അധ്വാനിക്കണത്? നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും അവരവരുടെ പ്രകൃതിക്കനുസരിച്ച് ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ഈ പൗരുഷം കൊണ്ട്, നമ്മുടെ പുരുഷ പ്രയത്നം കൊണ്ട്, നമ്മുടെ എന്താ പറയുക, വിൽഫുള്ളായിട്ടുള്ള ആക്ഷൻ, നമ്മുടെ മനഃപൂർവമായിട്ടുള്ള പ്രവൃത്തികളാണ് പുരുഷകാരം എന്ന് പറയുന്നത്. പർപ്പസ്ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പൗരുഷം കൊണ്ട്, നമ്മുടെ സാമർഥ്യം കൊണ്ട്, നമ്മുടെ വിൽ പവർ കൊണ്ട്, അങ്ങനെയുള്ള പ്രവൃത്തി ആ കാര്യത്തിന് പുരുഷകാരസ്യ വിഷയ അനുപപത്തേഃ, അത് പുരുഷപ്രയത്നത്തിന് വിഷയം ഇല്ലാതെയാവുന്നു, അനുപപന്നമായിത്തീരുന്നു. എല്ലാം പ്രകൃതി, എല്ലാം വിധി എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും വിധിക്ക് വിട്ടിട്ട് മനുഷ്യനൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള അവസ്ഥ വരും. അങ്ങനെ അനുവദിച്ചു കൊടുത്താൽ എല്ലാവരും പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കട്ടെ, നിങ്ങളെന്തിനാ പ്രയത്നിക്കാൻ പോണ, അല്ലേ, ലെറ്റ് ദ പ്രകൃതി ഡു എവറിത്തിങ് എന്ന് പറഞ്ഞ് അതിനെ ഫ്രീഡം മുഴുവനായിട്ട് അഴിച്ചു വിട്ടാൽ എന്ത് സംഭവിക്കും? ശാസ്ത്രാനർത്ഥക്യ പ്രാപ്തൗ. എല്ലാ ശാസ്ത്രങ്ങളും അനർത്ഥഭാവത്തെ പ്രാപിക്കും. അനർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്തത്, പ്രയോജനരഹിതമായത്. അപ്പൊ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ പ്രയോജനരഹിതമായി ഭവിക്കും. ഒരു ശാസ്ത്രം കൊണ്ടും ഒരു ആവശ്യമില്ല. എല്ലാവരും അവരവരുടെ പ്രകൃതിക്കനുസരിച്ച് ജീവിച്ചോളൂ എന്ന് പറയല്ലേ വേണ്ടു. എല്ലാവരും അവരവരുടെ പ്രകൃതിക്കനുസരിച്ച് ജീവിച്ചോളൂ, ഒരു ശാസ്ത്രത്തിനും ഒരു വിലയുമില്ല എന്നുള്ള അവസ്ഥ വരും. അപ്പോഴാണ് ആ സംശയം തീർക്കാൻ ഇദം ഉച്യത്തെ ഭഗവാൻ പറയുന്നു. അപ്പോൾ ശാസ്ത്രങ്ങൾ അനർത്ഥങ്ങളാവാൻ പറ്റില്ല. ശാസ്ത്രങ്ങൾ മനുഷ്യനെ നേരായ വഴിക്ക് നയിക്കാനുള്ളതാണ്. ശാസനാത് ത്രായതേ ഇത് ശാസ്ത്രഃ. നമ്മെ രക്ഷിക്കുവാനുള്ള ഉപദേശങ്ങളാണ് ശാസ്ത്രം. നമ്മളെ നമ്മുടെ പ്രകൃതിക്ക് അങ്ങോട്ട് അഴിച്ചു വിട്ടുകൊടുത്താൽ നമ്മൾ കൂടുതൽ കൂടുതൽ ആ പ്രകൃതിക്ക് വശംവദരായി അടിമകളായി തീരും. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ പുരുഷന്മാരാണ് എന്ന് പറഞ്ഞാലോ, നമ്മുടെ ഉള്ളിൽ ഈശ്വരീയമായിട്ടുള്ള അംശമുണ്ട്, പൗരുഷം. ഈശ്വരന്റെ അംശമാണ് പൗരുഷം. ആ പൗരുഷത്തെ നമ്മൾ കൂടുതൽ ഉണർത്തി വളർത്തി പ്രകൃതിയെ ജയിക്കാൻ പാകമാക്കിയെടുക്കണം. നമ്മുടെ ഉള്ളിലുള്ള പൗരുഷത്തെ പ്രകൃതിയെ ജയിക്കുവാനുള്ള ഒരു ശക്തി അതിനുണ്ടാക്കി കൊടുക്കണം. അതാണ് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ശാസ്ത്രങ്ങൾ. നമ്മുടെ പ്രകൃതിയെ നമുക്ക് ക്രമത്തിൽ കീഴ്പ്പെടുത്തുവാൻ, നമ്മുടെ അധീനത്തിലാക്കുവാൻ, സ്വാധീനത്തിലാക്കുവാൻ, എന്നിട്ട് പ്രകൃതിക്ക് അതീതരാകുവാൻ, പ്രകൃതിയെ നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് നമ്മൾക്ക് വലിയ ഉയരങ്ങൾ കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യനെ ഉപദേശിക്കുന്നതാണ് ശാസ്ത്രങ്ങൾ. ആ ശാസ്ത്രങ്ങൾ ഒരിക്കലും അനർത്ഥങ്ങളാവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. എന്താണ്? ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേത്
തൗ ഹ്യസ്യ പരിപന്ഥിനൗ ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയസ്യ ഇന്ദ്രിയസ്യ അർത്ഥേ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ വിഷയത്തിൽ, അർത്ഥേ എന്ന് പറയുമ്പോൾ വിഷയത്തിൽ. അവിടെ ഇന്ദ്രിയങ്ങളുടെ എന്ന് പറയുന്നതിന് നമ്മൾ അതാത് ഇന്ദ്രിയങ്ങളുടെ വിഷയത്തിൽ എന്നെടുക്കേണ്ടതാണ്. പ്രതി ഇന്ദ്രിയം. അപ്പോൾ അതാത് ഇന്ദ്രിയത്തിൻ്റെ വിഷയത്തിൽ രാഗദ്വേഷവും വ്യവസ്ഥിതവും, രാഗദ്വേഷങ്ങൾ കുടികൊള്ളുന്നു. ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് രാഗദ്വേഷങ്ങളുണ്ട്. നമ്മൾ ഇതുവരയ്ക്ക് എന്താണോ ശീലിച്ചത്, എന്താണോ അനുഭവിച്ചത്, അതിനനുസരിച്ചിട്ടുള്ള ഒരു രാഗദ്വേഷ സംസ്കാരം അതാത് ഇന്ദ്രിയങ്ങൾക്ക് നിലവിലുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് രാഗദ്വേഷങ്ങളുണ്ട്, കാതുകൾക്ക് രാഗദ്വേഷങ്ങളുണ്ട്, നാവിന് രാഗദ്വേഷങ്ങളുണ്ട്, ത്വക്കിന് രാഗദ്വേഷങ്ങളുണ്ട്, ഗന്ധ ഇന്ദ്രിയത്തിന്, ഘ്രാണേന്ദ്രിയത്തിന് രാഗദ്വേഷങ്ങളുണ്ട്. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെ ശീലിച്ചതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ നാവിൽ ഇന്ന് വരെ രുചിച്ച കാര്യങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് താല്പര്യം കൂടും, പുതിയതായിട്ടൊന്ന് കഴിക്കുമ്പോൾ നമുക്ക് താല്പര്യം കുറയും, അല്ലേ? നമ്മൾ എങ്ങനെയാണോ ഇതുവരെ ശീലിച്ചത്, മദേഴ്സ് ദോശ ഇസ് ദ മോസ്റ്റ് ഡെലീഷ്യസ് ദോശ ഇൻ ദ വേൾഡ്, അല്ലേ? മദേഴ്സ് തൈര് സാദം ഇസ് ദ ബെസ്റ്റ് തൈര് സാദം ഐ ഹാവ് എവർ ടേസ്റ്റഡ്. വേറെ ആര് എത്ര നന്നായിട്ട് തൈര് സാദം ഉണ്ടാക്കിയാലും എൻ്റെ അമ്മയുടെ തൈര് സാദം പോലെ വരില്ല. എൻ്റെ അമ്മയുടെ ദോശയാണ് ദോശ. ബാക്കി ആരൊക്കെ എന്തൊക്കെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും അതുപോലെ വരില്ല. എന്താ അത്? രാഗദ്വേഷവും വ്യവസ്ഥിതവും. അപ്പം നമ്മൾ എന്തൊക്കെയാണോ ഇതുവരെ നാവ് കൊണ്ട് രുചിച്ച് ശീലിച്ചത്, അതിലാണ് അതിൻ്റെ രുചി, അഭിരുചി. പുതിയ അതിൽ ടേസ്റ്റ് വ്യത്യാസം വരുമ്പോൾ നമുക്ക് സഹിക്കുന്നില്ല, അല്ലേ? നമ്മൾ കഴിച്ച് പഴകിയ നമ്മുടെ പാലക്കാടൻ സാമ്പാർ കഴിച്ചിട്ട് കൊല്ലത്തും കോട്ടയത്തും ഒക്കെ പോയിട്ട് സാമ്പാർ കഴിച്ചാൽ നമുക്കിഷ്ടാവാറില്ല. കൊല്ലത്തൊന്നും സാമ്പാറെന്ന് പറയാനേ പറ്റില്ല നമുക്ക്. ആകെ കൂടി ഒരു ചേറ്, ഒരു എന്താ പറയുക, ചേറെടുത്ത് തരുന്ന പോലെ തരിക അവർ. ഉരുളക്കിഴങ്ങൊക്കെ തോല് കളയാതെ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. വഴുതനങ്ങയും ഇതൊക്കെ മുറിക്കാതെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടാവും, വലിയ ഉരുണ്ടയായിട്ട്. എന്നിട്ടാണ് സാമ്പാർ, തോല് പോലും കളയാതെ. അതുപോലെ അവിയലിലൊക്കെ അവിടെ പോയാൽ ഉള്ളി ചേർക്കാത്ത അവിയലില്ല, വെളുത്തുള്ളി ചേർക്കാത്ത കൂട്ടാനില്ല. ഇവിടുന്ന് പാലക്കാട് നിന്ന് ശീലിച്ചവർക്കൊന്നും അവിടെ പോയാൽ കേരളത്തിൽ തന്നെയാണ്, അവിയൽ തന്നെയാണ്, സാമ്പാർ തന്നെയാണ്, പക്ഷേ രുചിക്കുന്നില്ല. എന്താ കാരണം? രാഗദ്വേഷവും വ്യവസ്ഥിതവും. ഇന്ദ്രിയസ്യാർത്ഥേ പ്രതി ഇന്ദ്രിയം. ശീലിച്ച സംസ്കാരമുണ്ട്, രാഗദ്വേഷവും വ്യവസ്ഥിതവും. അതുപോലെ കണ്ണിന്, കാതിന് ഒക്കെ സംസ്കാരങ്ങളുണ്ട്. ഇതുവരെ കേട്ട് ശീലിച്ച സംഗീതവും കേട്ട് ശീലിച്ച ഭാഷയും വാക്കുകളും. അതുപോലെ മണങ്ങൾക്ക്, അല്ലേ? മീൻകാരിക്ക് മുല്ലപ്പൂ തോട്ടത്തിൽ പോയാൽ ഉറക്കം വരുമോ? മുല്ലപ്പൂ കടയിൽ ചെന്ന് ഉറങ്ങാൻ പറ്റുമോ? നല്ല മുല്ലപ്പൂവിൻ്റെ ഗോഡൗണിൽ പോയിട്ട് ഒരു മീൻകാരിയെ ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റുമോ? അവൾക്ക് മീൻ കൊട്ടയെങ്കിലും തലയ്ക്കെങ്കിലും വെക്കണം. അപ്പോൾ ഇത് എല്ലാ വിഷയത്തിലും ഉണ്ട് നമുക്ക് രാഗദ്വേഷവും. നമ്മൾ ശീലിച്ചത് ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും. അതാത് ഇന്ദ്രിയങ്ങൾക്ക് പല വിഷയങ്ങളിലും രാഗദ്വേഷങ്ങൾ നിലകൊള്ളുന്നു. തയോഹോ വശം ന ആഗച്ഛേത്. തയോഹോ എന്നുള്ളത് രണ്ടാണ്. ഏത് രണ്ട്? രാഗദ്വേഷയോഹോ.
രാഗദ്വേഷയോഹോ വശം ന ആഗച്ഛേത്, അതിൻ്റെ അധീനതയെ ഗമിക്കരുത്, പ്രാപിക്കരുതേ. ഡോണ്ട് ബിക്കം എ സ്ലേവ് ടു ദിസ് രാഗ ആൻഡ് ദ്വേഷ. ഈ രാഗദ്വേഷങ്ങളുടെ അടിമയാകരുത് എന്ന് പറഞ്ഞാലോ, പാലക്കാട്ടത്തെ സാമ്പാർ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ എന്ന് പറയരുത്. കൊല്ലത്ത് ചെന്നാൽ ചേറ് കിട്ടിയാലും കഴിക്കുക, അവിടെ ചെന്നാൽ വെള്ളുള്ളി ചേർത്ത കൂട്ടാനാണെങ്കിലും കഴിക്കുക, അല്ലേ? എന്നിട്ട് വടക്കേ ഇന്ത്യയിൽ പോയാൽ അവിടെ എന്താ കിട്ടണമെന്ന് വെച്ചാൽ അത് കൂട്ടി കഴിക്കുക. അവിടെ റോട്ടി സബ്ജി എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തരും, അതൊക്കെ കഴിക്കുക. യു പിയിലൊക്കെ പോയാൽ കൂടുതലും കടുകെണ്ണയിലാണ് പലതും ഉണ്ടാക്കുക. ആ കടുകെണ്ണയുടെ മണം നമുക്കൊന്നും സഹിക്കില്ല, അല്ലേ? അപ്പോൾ നമ്മളൊക്കെ ആദ്യകാലത്തൊക്കെ ഹിമാലയത്തിലേക്കൊക്കെ പോകുമ്പോൾ വളരെ കഷ്ടമായിരുന്നു നമുക്കൊക്കെ. പക്ഷേ ഇപ്പോൾ പോയാൽ ഒരു പ്രശ്നവുമില്ല. എന്തുകൊണ്ട്? പല പ്രാവശ്യം പോയി ശീലിച്ചു, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. രാഗദ്വേഷം കുറഞ്ഞു പോയി. അതിനാണ് തീർത്ഥാടനം, അതിനാണ് നമ്മൾ രാജ്യം മുഴുവൻ സഞ്ചരിക്കേണ്ടത്. നമ്മുടെ ഈ രാഗദ്വേഷങ്ങളെ കുറയ്ക്കാൻ. നമ്മുടെ സ്ട്രിക്റ്റായിട്ടുള്ള എന്താ പറയുക, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡിലേ കിടക്കുള്ളൂ, എൻ്റെ അമ്മ വെച്ച് തരുന്ന കൂട്ടാനേ കഴിക്കുള്ളൂ, ചോറേ കഴിക്കുള്ളൂ, ആ ദോശയെ കഴിക്കുള്ളൂ. അങ്ങനെ ഇന്നത്തെ കുട്ടികൾ പലരും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ചില കുട്ടികൾക്ക് അമ്മയും അച്ഛനും തരുന്നതൊന്നും ഇഷ്ടേ അല്ല. അമ്മയും അമ്മയുടെ ഇഡ്ഡലിയും കുഡ്ഡലിയും, അല്ലേ, അമ്മയുടെ ദോശയും കുഡ്ഡലിയൊക്കെ അമ്മ തന്നെ വെച്ചോ. ഞാനിന്ന് കൂട്ടുകാരുടെ കൂടെ പോയിട്ട് പിസ്സ കഴിക്കാൻ പോവുകയാണ്, ബർഗർ കഴിക്കാൻ പോവുകയാണ്. അവരങ്ങനെ ഒരു കൂട്ടർ. അപ്പം എന്തായാലും ഏതാണെങ്കിലും രാഗദ്വേഷങ്ങളെ വളർത്താൻ പാടുള്ളതല്ല, രാഗദ്വേഷങ്ങളെ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. കാരണം പറയണൂടെ, തയോഹോ വശം ന ആഗച്ഛേത്, എന്തെന്നാൽ ഹി തൗ അസ്യ പരിപന്ധിനൗ. തൗ എന്ന് പറഞ്ഞാൽ ഇവ രണ്ടും, ഈ രാഗദ്വേഷവും അസ്യ ഇവന്റെ പരിപന്ധിനൗ. പരിപന്ധി എന്ന് പറഞ്ഞാൽ ശത്രു, അതിൻ്റെ ദ്വിവചനം പരിപന്ധിനൗ. ദ്വൗ പരിപന്ധിനൗ, അവൻ്റെ രണ്ട് ശത്രുക്കളാണ്. രാഗവും ദേശവും ശത്രുക്കളാണ്. ഏതെങ്കിലും ഒരുത്തൻ നല്ലവനാണെന്നൊന്നും വിചാരിക്കേണ്ട, രണ്ടും കള്ളന്മാരാണ്, രണ്ടും ശത്രുക്കളാണ്. ശത്രുക്കളെ ചുമന്നുകൊണ്ട് നടക്കൂ ആരെങ്കിലും. ശത്രുക്കളാണെന്ന് അറിഞ്ഞാൽ കീഴ്പ്പെടുത്തണം. അതിന് ഏത് നയമാണ് ഉപയോഗിക്കേണ്ടത്? ശത്രുവിൻ്റെ ബലത്തിനനുസരിച്ച്, നമ്മുടെ ബലത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ നമ്മൾ സ്വീകരിക്കണം ശത്രുവിനെ കീഴ്പ്പെടുത്താൻ. ബലവാനായിട്ടൊരു ശത്രുവിൻ്റെ അടുത്ത് നമ്മൾ മൂഢന്മാരായിട്ട് ചെന്ന് യുദ്ധം ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. അതുകൊണ്ട് ശത്രുവിൻ്റെ ബലവും തിരിച്ചറിയണം, നമ്മുടെ ബലവും തിരിച്ചറിയണം. എന്നിട്ട് ഏത് വഴിയാണ് നല്ലത് എന്ന് ഉചിതമായ രീതി സ്വീകരിക്കണം. അപ്പോൾ ഈ രാഗദ്വേഷങ്ങൾ നമ്മുടെ ശത്രുക്കളാണ് എന്ന് ആദ്യം തിരിച്ചറിയണം. പരിപന്ധിനൗ തൗ അസ്യ പരിപന്ധിനൗ. They are your enemies. ജാഗ്രത. രാഗദ്വേഷങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് ആദ്യം ഉണരുക, ഒരു ഉണർവുണ്ടാവുക, മനസ്സിലാക്കുക. അപ്പം തന്നെ നമുക്ക് ജാഗ്രതയാവും. ശത്രുക്കൾ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ നമുക്കൊരു ഉണർവ് കൂടുതലുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എന്താ പറയുക, അലസതയായിരിക്കും. ഇപ്പോൾ ഇവർ ശത്രുക്കളാണെന്നറിയുക. രാഗദ്വേഷങ്ങൾ നമ്മളെ ചതിക്കുന്നവരാണ്, നമ്മളെ പടുകുഴിയിലേക്ക് ചാടിക്കുന്നവരാണ്. നമുക്ക് നല്ലതിനല്ല, എന്തായാലും നല്ല കൂട്ടുകാരെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല, വിശ്വസിക്കാൻ കൊള്ളില്ല. അത് നമ്മളെ നശിപ്പിക്കുന്നവരാണ്. തൗഹ്യസ്യ പരിപന്ധിനൗ. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതാത് വിഷയങ്ങളിൽ രാഗദ്വേഷങ്ങൾ തീർച്ചയായിട്ടും മുമ്പേ ഉണ്ട്, വ്യവസ്ഥിതമാണ്. പക്ഷേ അതിനെ നമ്മൾ അതിൻ്റെ പാട്ടിന് വിട്ടിട്ട് താലോലിക്കാൻ പാടുള്ളതല്ല, അതിന് ഫ്രീഡം കൊടുക്കരുത്. ജാഗ്രതയോടുകൂടി അതിനെ തോൽപ്പിക്കാനുള്ള പരിശ്രമം നമ്മളെപ്പോഴും ഉണ്ടായിരിക്കണം. അതിനാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കഴിവ്, പൗരുഷം അവൻ അതിനുള്ളതാണ്. പൗരുഷമുള്ളത് ഈ പ്രകൃതിയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് പക്ഷേ വിവേകപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ സ്വയം നശിക്കും.
ശത്രുവിൻ്റെ ബലമറിഞ്ഞ് വേണം നമ്മൾ കളിക്കാൻ. ഏത് ശത്രുവിനോട് ഏത് നയം എന്നുള്ളത് നമ്മൾ സ്വീകരിക്കണം. ചിലരോട് നേരിട്ട് പൊരുതാൻ പറ്റില്ല, പിന്നിലൂടെയാണ് പൊരുതേണ്ടത്. നമ്മൾ അവരുടെ ശത്രുവാണെന്നേ അവർക്ക് തോന്നാത്ത രീതിയിൽ വേണം അവരെ പരാജയപ്പെടുത്താൻ. നമ്മൾ അവരുടെ ശത്രുവാണെന്ന് നമ്മളെക്കുറിച്ച് അവർക്ക് സംശയം തോന്നിയാൽ അവരപ്പം നമ്മുടെ പണി കഴിക്കും, അല്ലേ? അപ്പം അതുപോലെ നമ്മുടെ ഈ രാഗദ്വേഷങ്ങളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, എന്നിട്ട് പതുക്കെ പതുക്കെ അവൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുക. എന്നിട്ട് അവനെ എങ്ങനെയാണോ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുക, ആ ശത്രുവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി നമ്മൾ നോക്കുക. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനൗ. എൻ്റെ ഭാഷ്യം നമുക്ക് നാളെ കാണാം, നാളെ വൈകിട്ട് കാണാം. വലിയ ഭാഷ്യമാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നാളെ കാണാം. നാളെ ശനിയാഴ്ച അല്ല, അതെ, നാളെ ശനിയാഴ്ച. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാരായണ.